വെൽക്കം ടു ജിയോ സയൻസ്. 9th സ്റ്റാൻഡേർഡിലെ രണ്ടാമത്തെ ജോഗ്രഫി ചാപ്റ്റർ ആയിട്ടുള്ള ഇൻ ദ എക്സ്പാൻസീവ് പ്ലെയിൻ അല്ലെങ്കിൽ വിശാല സമതല ഭൂവിൽ എന്ന ചാപ്റ്ററിന്റെ ആദ്യത്തെ പാർട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഈ ചാനലിൽ തന്നെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഓൺ ദ റൂഫ് ഓഫ് ദി വേൾഡ് അല്ലെങ്കിൽ ലോകത്തിന്റെ നെറുകയിൽ എന്ന ചാപ്റ്ററിന്റെ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരത് കാണുക, ആ ചാപ്റ്റർ പഠിക്കാത്തവർ ആ വീഡിയോസ് എല്ലാം കാണുക. അപ്പൊ ഇന്ന് നമുക്ക് ഇൻ ദ എക്സ്പാൻസീവ് പ്ലെയിൻ എന്ന രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ആദ്യത്തെ ഭാഗത്തിലേക്ക് പോകാം. നമുക്കിവിടെ ഇന്ത്യയുടെ ഒരു ഫിസിക്കൽ മാപ്പ് അല്ലെങ്കിൽ ഭൗതിക ഭൂപടം കാണാനായിട്ട് സാധിക്കും. ഫിസിക്കൽ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് അല്ലെങ്കിൽ ഭൂപ്രകൃതി വിഭാഗങ്ങളെ കാണിക്കുന്ന മാപ്പാണ്. അപ്പൊ ഈ ഒരു മാപ്പ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ് എന്ന ചാപ്റ്റർ പഠിച്ച സമയത്ത് അതിന്റെ തുടക്കത്തിൽ പരിചയപ്പെട്ട മാപ്പാണ്. അന്നേരം നമ്മൾ ഇന്ത്യയുടെ 5 ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് ഏതൊക്കെയാണെന്ന് പരിചയപ്പെട്ടിരുന്നു. ഏതൊക്കെയായിരുന്നു ഇന്ത്യയുടെ 5 ഭൂപ്രകൃതി വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് എന്ന് പറയുന്നത്? ഏറ്റവും മുകളിൽ വരുന്ന ഒന്നാമത്തെ ഡിവിഷനാണ് നോർത്തേൺ മൗണ്ടെയ്ൻസ്. രണ്ടാമത്തതാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. മൂന്നാമത്തതാണ് പെനിൻസുലാർ പ്ലേറ്റോ. നാലാമത്തത് ഇന്ത്യൻ ഡെസേർട്ട്. അഞ്ചാമത്തത് കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലൻഡ്സ്. അപ്പൊ ഈ 5 ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് ആണ് ഇന്ത്യക്കുള്ളത്. അപ്പൊ ഏറ്റവും മുകളിൽ വരുന്ന ഈ ഒരു ലൈറ്റ് ബ്രൗൺ കളർ അല്ലെങ്കിൽ ലൈറ്റ് ഓറഞ്ച് കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ നോർത്തേൺ മൗണ്ടെയ്ൻസ് അല്ലെങ്കിൽ ഉത്തര പർവ്വത മേഖല എന്ന് പറയുന്നത്. അതാണ് ഇന്ത്യയുടെ ഒന്നാമത്തെ ഫിസിയോഗ്രാഫിക് ഡിവിഷൻ. ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു. ഇവിടുത്തെ ടോപ്പോഗ്രഫി, അതുപോലെ റീജിയണൽ ഡിവിഷൻ, ഡ്രെയിനേജ്, ക്ലൈമറ്റ്, സോയിൽ, നാച്ചുറൽ വെജിറ്റേഷൻ, വൈൽഡ് ലൈഫ്, അതുപോലെ തന്നെ ഇവിടുത്തെ അഗ്രികൾച്ചർ, ആനിമൽ റിയറിംഗ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോസ് കാണാത്തവർക്ക് ആ വീഡിയോസ് എല്ലാം കാണാം. അപ്പൊ നോർത്തേൺ മൗണ്ടെയ്ൻസ് അല്ലെങ്കിൽ ഉത്തര പർവ്വത മേഖലയാണ് ഒന്നാമത്തെ ഫിസിയോഗ്രാഫിക് ഡിവിഷൻ. അത് കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ ഡിവിഷനാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സമതലം എന്ന് നമ്മൾ പറയും. അത് ഈ ഒരു ഭാഗത്ത് നോർത്തേൺ മൗണ്ടെയ്ൻസിന് താഴെയായിട്ട് പഞ്ചാബിന്റെ ഒരു ഭാഗം മുതൽ നീളത്തിൽ ആസാം വരെ കിടക്കുന്ന ഇത്രയും ഒരു ഭാഗമാണ് നമ്മൾ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സമതലം എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത് ഈ രണ്ടാമത്തെ ഫിസിയോഗ്രാഫിക് ഡിവിഷനെ കുറിച്ചിട്ടാണ്, നോർത്ത് ഇന്ത്യൻ പ്ലെയിനെ കുറിച്ചിട്ടാണ്. മൂന്നാമത്തെ ഫിസിയോഗ്രാഫിക് ഡിവിഷൻ നമ്മൾ പറഞ്ഞതായിരുന്നു പെനിൻസുലാർ പ്ലേറ്റോ അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയും. ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കാണുന്ന ഈ ഒരു ഭാഗമാണ് പെനിൻസുലാർ പ്ലേറ്റോ അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമി. പിന്നെ ഏറ്റവും മുകളിലായി ഈ രാജസ്ഥാന്റെ ഭാഗത്തായിട്ട് ഇന്ത്യൻ ഡെസേർട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ മരുഭൂമി, അതിനെ നമ്മൾ ഥാർ ഡെസേർട്ട് എന്ന് പറയും, അതുണ്ട്. അതാണ് നാലാമത്തെ ഭൂപ്രകൃതി വിഭാഗം. അഞ്ചാമത്തത് കോസ്റ്റൽ പ്ലെയിൻ ആൻഡ് ഐലൻഡ്സ്. അപ്പൊ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഈ നീളത്തിൽ പെനിൻസുലാർ പ്ലേറ്റോയ്ക്കും അറബിക്കടലിനും ഇടയിൽ ഇങ്ങനെ നീളത്തിൽ താഴെ, അതുപോലെ തന്നെ ഈ ഭാഗത്ത് കിഴക്ക് വരുമ്പോൾ പെനിൻസുലാർ പ്ലേറ്റോയ്ക്കും ബേ ഓഫ് ബംഗാളിനും ഇടയിലായിട്ട് നീളത്തിൽ കാണപ്പെടുന്ന ഭാഗമാണ് കോസ്റ്റൽ പ്ലെയിൻ അല്ലെങ്കിൽ തീരസമതലം. അതിനോടൊപ്പം തന്നെ നമുക്കിവിടെ ഐലൻഡ്സ് അല്ലെങ്കിൽ ദ്വീപുകളും കാണാനായിട്ട് സാധിക്കും. ഈ സൈഡില് അറബിക്കടലിന്റെ ഭാഗത്ത് ലക്ഷദ്വീപും അതുപോലെ തന്നെ ബേ ഓഫ് ബംഗാളിന്റെ ഭാഗത്ത് ആൻഡമാൻ നിക്കോബർ ദ്വീപുകളും. അപ്പൊ ഈ 5 ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പരിചയപ്പെട്ടിരുന്നു. അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് നോർത്തേൺ മൗണ്ടെയ്ൻസ് ആണ്. അപ്പൊ ഈ ചാപ്റ്ററിൽ നമുക്ക് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറയുന്നത് ഇത്രയും ഭാഗം, ഈ ഒരു ഭാഗം വരും. ഞാൻ ഈ ബൗണ്ടറി വരയ്ക്കുന്ന ഭാഗമാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറയുന്നത്. നീളത്തിൽ വരും ആസാം വരെ വന്നിട്ട് താഴെ ഈ നീളത്തിൽ വരുന്ന ഇത്രയും ഭാഗമാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറയുന്ന ഈ ഒരു ഫിസിയോഗ്രാഫിക് ഡിവിഷനെ, ഉത്തരേന്ത്യൻ സമതലത്തെക്കുറിച്ച്, അവിടുത്തെ എല്ലാ കാര്യങ്ങളും, ഭൂപ്രകൃതി, ക്ലൈമറ്റ്, അതുപോലെ അവിടുത്തെ ഡ്രെയിനേജ്, എല്ലാത്തിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. വേരിയസ് ടൈപ്സ് ഓഫ് ലാൻഡ് ഫോംസ് സച്ച് as lofty mountains, expansive plains, plateaus, scorching deserts and valleys are found on the surface of earth. അതായത് ഭൂമിയുടെ സർഫസിൽ, ഭൂമിയുടെ ഉപരിതലത്തിൽ, ഭൗമോപരിതലത്തിൽ, എർത്ത് സർഫസിൽ നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കും? വേരിയസ് ടൈപ്സ് ഓഫ് ലാൻഡ് ഫോംസ്, പലതരത്തിലുള്ള വൈവിധ്യങ്ങളുള്ള ഭൂരൂപങ്ങൾ. ലാൻഡ് ഫോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭൂരൂപങ്ങളാണ്. ഭൂമിയിൽ കാണപ്പെടുന്ന പല രൂപങ്ങളെയാണ് ലാൻഡ് ഫോംസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പലതരത്തിലുള്ള വേരിയസ് ടൈപ്സ് ഓഫ് ലാൻഡ് ഫോംസ് നമുക്ക് ഭൂമിയിൽ
ഭൂമിയുടെ സർഫസിൽ കാണാനായിട്ട് സാധിക്കും. ഇനി ഏതൊക്കെയാണ് ഈ ലാൻഡ് ഫോംസ്? ലാൻഡ് ഫോംസ് സച്ചാസ് ലോഫ്റ്റി മൗണ്ടെയിൻസ്, ഉയരം കൂടിയ അല്ലെങ്കിൽ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ, എക്സ്പാൻസീവ് പ്ലെയിൻസ്, അതിവിശാലമായിട്ടുള്ള സമതല ഭൂമികൾ, അതുപോലെ പ്ലേറ്റോ എന്ന് പറഞ്ഞാൽ പീഠഭൂമികൾ, അതുപോലെ തന്നെ സ്കോച്ചിങ് ഡെസേർട്സ്, അതായത് ചുട്ടുപൊള്ളുന്ന മരുഭൂമികൾ അല്ലെങ്കിൽ മണലാരണ്യങ്ങൾ, ആൻഡ് വാലീസ്, താഴ്വരകൾ, ഇതെല്ലാം എവിടെയാണ് കാണപ്പെടുന്നത്? ആർ ഫൗണ്ട് ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത്, ഭൂമിയുടെ സർഫസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഇതെല്ലാം ഉണ്ടായത് ഒറ്റ നിമിഷം കൊണ്ടല്ല, അല്ലെങ്കിൽ വളരെ കുറച്ച് ദിവസങ്ങളോ വർഷങ്ങളോ മാത്രം എടുത്തുണ്ടായതല്ല. ഇത് മില്യൺസ് ഓഫ് ഇയേഴ്സ്, ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുത്താണ് ഈ ലാൻഡ് ഫോംസ് എല്ലാം തന്നെ രൂപപ്പെട്ടിട്ടുള്ളത്. ഇപ്പൊ ദേ വെയർ ഫോംഡ് ഓവർ മില്യൺസ് ഓഫ് ഇയേഴ്സ്, ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപം കൊണ്ടവയാണ് ഈ ലാൻഡ് ഫോംസ്, ഈ ഭൂരൂപങ്ങളെല്ലാം. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, ഇൻ ദ പ്രീവിയസ് ചാപ്റ്റർ യു ലേൺഡ് ഇൻ ഡീറ്റെയിൽ അബൌട്ട് ദ നോർത്തേൺ മൗണ്ടെയിൻസ്, വൺ ഓഫ് ദി ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻസ് ഓഫ് അവർ കൺട്രി. നമ്മുടെ രാജ്യത്തിന്റെ ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻസിൽ ഒന്നായിട്ടുള്ള നോർത്തേൺ മൗണ്ടെയിൻസ് അല്ലെങ്കിൽ ഉത്തരപർവ്വത മേഖലയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്. ആ മാപ്പ് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ മാപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നോർത്തേൺ മൗണ്ടെയിൻസ് ഉണ്ട്, അതിന്റെ താഴെ ഒരു പ്ലെയിൻ ഉണ്ട്, അതിന്റെ താഴെ പെനിൻസുലാർ പ്ലേറ്റോ ഉണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത്, ഡോണ്ട് യു ഫൈൻഡ് എ വാസ്റ്റ് ഫിസിക്കൽ ഡിവിഷൻ ദാറ്റ് ലൈസ് ടു ദ സൗത്ത് ഓഫ് നോർത്തേൺ മൗണ്ടെയിൻസ് ആൻഡ് ടു ദ നോർത്ത് ഓഫ് ദി പെനിൻസുലാർ പ്ലേറ്റോ? അതായത് നമുക്കിവിടെ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ഡിവിഷൻ കാണാൻ കഴിയുന്നില്ലേ? ഒരു വാസ്റ്റ് എന്ന് പറഞ്ഞാൽ വിസ്തൃതമായിട്ടുള്ള, വിശാലമായിട്ടുള്ള ഒരു ഫിസിക്കൽ ഡിവിഷൻ അല്ലെങ്കിൽ ഭൂപ്രകൃതി വിഭാഗം, ഫിസിയോഗ്രാഫിക് ഡിവിഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതെവിടെയാണ് കിടക്കുന്നത്? ദാറ്റ് ലൈസ് ടു ദ സൗത്ത് ഓഫ് ദി നോർത്തേൺ മൗണ്ടെയിൻസ്. നോർത്തേൺ മൗണ്ടെയിൻസിന്റെ അല്ലെങ്കിൽ ഉത്തരപർവ്വത മേഖലയുടെ സൗത്തിലായിട്ട്, താഴെയായിട്ടാണ് അത് കാണപ്പെടുന്നത്. അല്ലെ, ഈ മാപ്പിലേക്ക് നോക്കിയാൽ അറിയാം, നോർത്തേൺ മൗണ്ടെയിൻസ് ഇവിടെയാണ്, അതിന്റെ തൊട്ട് താഴെ സൗത്തിലാണ്. മാപ്പിൽ നമുക്ക് ഡയറക്ഷൻ സൗത്ത് എന്ന് പറഞ്ഞാൽ താഴോട്ടാണ്. അതാ ഇവിടെ നോക്കിയാൽ അറിയാം, നോർത്ത് മുകളിലും സൗത്ത് താഴെയുമാണ്, അല്ലെ? നോർത്തേൺ മൗണ്ടെയിൻസിന്റെ താഴെ സൗത്തിലായിട്ടും, അതുപോലെ തന്നെ ഈ പെനിൻസുലാർ പ്ലേറ്റോ എന്ന് പറയുന്ന ഡിവിഷന്റെ, ഉപദ്വീപീയ പീഠഭൂമിയുടെ മുകളിലായിട്ടും നോർത്തിലായിട്ടും ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഫിസിക്കൽ ഡിവിഷൻ കാണപ്പെടുന്നുണ്ട്, അല്ലെ? ഈ ഈ ഒരു ഫിസിക്കൽ ഡിവിഷൻ ആണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ വിളിക്കുന്ന ഉത്തരേന്ത്യൻ സമതലം അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറയുന്നത്. ഇവിടെ അത് യെല്ലോ കളറിലാണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഉത്തരേന്ത്യൻ സമതലം, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ആരുടെയൊക്കെ ഇടയിലാണ്? ഇറ്റ് ലൈസ് സൗത്ത് ഓഫ് ദി നോർത്തേൺ മൗണ്ടെയിൻസ് ആൻഡ് നോർത്ത് ഓഫ് ദി പെനിൻസുലാർ പ്ലേറ്റോ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ഈസ് ആൻ എക്സ്റ്റെൻസീവ് അലൂവിയൽ പ്ലെയിൻ. ഇത് ഒരു എക്സ്റ്റെൻസീവ് ആണ്. എക്സ്റ്റെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിവിശാലമായിട്ടുള്ള, വളരെ വിസ്തൃതമായിട്ടുള്ള ഒരു അലൂവിയൽ പ്ലെയിൻ ആണ്. അലൂവിയൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എക്കൽ സമതലം എന്ന് നമ്മൾ പറയും. അലൂവിയൽ പ്ലെയിൻ എന്ന് പറയുമ്പോൾ അതിന്റെ മലയാളം എക്കൽ സമതലം എന്നാണ്. അതായത് നദികൾ കൊണ്ടുവരുന്ന എക്കല് നിക്ഷേപിച്ചുണ്ടാവുന്ന സമതലമാണ് അലൂവിയൽ പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, ഉത്തരേന്ത്യൻ സമതലം ഒരു അലൂവിയൽ പ്ലെയിൻ ആണ്, എക്കൽ സമതലമാണ്. ഇനി അതിനറിയപ്പെടുന്ന ഒരു പേരുണ്ട്, നോൺ ബൈ ദ നെയിം ഇൻഡോ ഗാങ്ജറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ. അപ്പൊ ഇതറിയപ്പെടുന്ന പേരെന്താണ്? നോൺ ബൈ ദ നെയിം ഇൻഡോ ഗാങ്ജറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ. അതായത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നാണ് ഈ ഒരു സമതലത്തിനെ അറിയപ്പെടുന്ന പേര്. അപ്പൊ അതിന്റെ പേര് ഓർത്തു വെച്ചിരിക്കുക. എന്തുകൊണ്ടായിരിക്കും ഇതിനെ ഈ ഒരു പേരിൽ അറിയപ്പെടുന്നത്, ഇൻഡോ ഗാങ്ജറ്റിക് ബ്രഹ്മപുത്ര എന്നറിയപ്പെടുന്നത്? കാരണം ഇൻഡസ് റിവറും, ഇൻഡോ എന്ന് പറഞ്ഞാൽ ഇൻഡസ് റിവറുമായി ബന്ധപ്പെട്ടത്, ഗാങ്ജറ്റിക് എന്ന് പറഞ്ഞാൽ ഗംഗാ റിവർ, അതുപോലെ തന്നെ ബ്രഹ്മപുത്ര നദി. അപ്പൊ ഇൻഡസും ഗംഗയും ബ്രഹ്മപുത്രയും, സിന്ധുവും ഗംഗയും ബ്രഹ്മപുത്രയും കൊണ്ടുവരുന്ന എക്കൽ അല്ലെങ്കിൽ അലൂവിയം നിക്ഷേപിച്ചുണ്ടാവുന്ന ഒരു വലിയ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള അലൂവിയൽ പ്ലെയിൻ ആണ് ഇൻഡോ ഗാങ്ജറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് എങ്ങനെയാണ് ഇൻഡോ ഗാങ്ജറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ രൂപപ്പെട്ടത്, അതിന്റെ ഫോർമേഷൻ എങ്ങനെയാണ് എന്ന് നോക്കാം. അപ്പൊ ഇവിടെ ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ രൂപീകരണം അതെങ്ങനെ രൂപപ്പെട്ടു എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിനു മുന്നേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ലെറ്റ്സ് ഹാവ് എ ഗ്ലാൻസ് അറ്റ് ദി ഫോർമേഷൻ ഓഫ് ദിസ് ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻ വിച്ച് ഈസ് ഓൾസോ കാൾഡ് ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. അതായത് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്നറിയപ്പെടുന്ന ഈ ഒരു ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻ, ഈ ഒരു ഭൂപ്രകൃതി വിഭാഗം
എങ്ങനെ ഫോം ചെയ്തു, അതിന്റെ ഫോർമേഷൻ എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിനു മുന്നേ അലൂവിയം അല്ലെങ്കിൽ എക്കൽ എന്താണ് എന്നറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അലൂവിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന ഡെബ്രിസ് അല്ലെങ്കിൽ ശിലാവശിഷ്ടങ്ങളെ പൊതുവായിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് അലൂവിയം എന്നുള്ളത്. Alluvium refers to debris, including silt, sand, gravel, etc. brought by rivers. അതായത് റിവേഴ്സ് കൊണ്ടുവരുന്ന ഡെബ്രിസ് അല്ലെങ്കിൽ ശിലാവശിഷ്ടങ്ങൾ. അതിനകത്ത് എന്തൊക്കെ കാണും? അതിനകത്ത് സിൽറ്റ് കാണും. സിൽറ്റ് എന്ന് പറഞ്ഞാൽ ചെളി കാണും. അതുപോലെ തന്നെ സാൻഡ് എന്ന് പറഞ്ഞാൽ മണലാണ്. അതുപോലെ ഗ്രാവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരൽ. അപ്പോ സിൽറ്റ്, സാൻഡ്, ഗ്രാവൽ എന്നിവ അടങ്ങിയ നദികൾ കൊണ്ടുവരുന്ന ഡെബ്രിസ് അല്ലെങ്കിൽ ശിലാവശിഷ്ടങ്ങളെ വിളിക്കുന്ന പേരാണ് അലൂവിയം. ഇപ്പൊ നദികള് മൗണ്ടെയിൻസിൽ നിന്നാണ് ഒഴുകി താഴേക്ക് വരുന്നത്. അപ്പൊ ഒഴുകി വരുന്ന സമയത്ത് നദികൾ എന്ത് ചെയ്യും? അതിന്റെ വശങ്ങളിലും നദിയുടെ അടിത്തട്ടിലുമുള്ള പാറക്കഷ്ണങ്ങളെ ഇളക്കിക്കൊണ്ടുവരും. അപ്പൊ ഈ പാറക്കഷ്ണങ്ങളാണ് ശിലാവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ഡെബ്രിസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഡെബ്രിസ് പല വലിപ്പത്തിലും രൂപത്തിലുമായിരിക്കും കാണപ്പെടുന്നത്. അതിപ്പം വളരെ വലിപ്പം കുറവാണെങ്കിൽ അതിനെ നമ്മൾ സിൽറ്റ് അല്ലെങ്കിൽ ചെളി എന്ന് പറയും. കുറച്ചുകൂടി വലിപ്പം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സാൻഡ് അല്ലെങ്കിൽ മണൽ എന്ന് പറയും. ഇനി അതെല്ലാം നല്ല വലിപ്പം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഗ്രാവൽ അല്ലെങ്കിൽ ചരൽ എന്ന് പറയും. അപ്പൊ ഇവയെ ചേർത്തിട്ടാണ് നമ്മൾ ഡെബ്രിസ് എന്ന് പറയുന്നത്, ശിലാവശിഷ്ടങ്ങൾ. അപ്പൊ ഇവയെ നദികൾ നദികൾ ഒഴുക്കിക്കൊണ്ടുവരികയാണെങ്കിൽ അവയെ നമ്മൾ എക്കൽ അല്ലെങ്കിൽ അലൂവിയം എന്നുള്ള പേരിൽ വിളിക്കുന്നു. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ രൂപപ്പെട്ടത് എന്ന് നോക്കാം. അപ്പൊ അതിനു മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട ടേമുകളുണ്ട്. ഇതിൽ ഒന്നാമത്തെയാണ് ജിയോമോർഫിക് ഏജന്റും അതുപോലെ തന്നെ ജിയോമോർഫിക് പ്രോസസ്സും. ഈ രണ്ട് ടേമും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതെന്താണെന്ന് നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എങ്ങനെ രൂപപ്പെട്ടു എന്ന് പറയാനായിട്ട് സാധിക്കൂ. അപ്പോൾ ജിയോമോർഫിക് ഏജന്റ് അല്ലെങ്കിൽ അതിന്റെ മലയാളം നമ്മൾ ഭൂരൂപീകരണ സഹായി എന്ന് പറയും. ഭൂരൂപീകരണ സഹായി. അതുപോലെ തന്നെ ജിയോമോർഫിക് പ്രോസസ് എന്താണെന്ന് നോക്കണം. അതിന്റെ മലയാളം ഭൂരൂപീകരണ പ്രക്രിയ എന്ന് പറയും. ഭൂരൂപീകരണ പ്രക്രിയ. അപ്പൊ ഈ രണ്ട് ടേംസും എന്താണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. നമുക്കറിയാം ഭൂമിയിൽ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള, വളരെ വൈവിധ്യമാർന്നിട്ടുള്ള ലാൻഡ് ഫോംസ് കാണപ്പെടുന്നുണ്ട് അല്ലെ? മൗണ്ടെയിൻസ് ആയാലും പ്ലെയിൻസ് ആണെങ്കിലും പ്ലേറ്റോസ് ആണെങ്കിലും ഇതെല്ലാം ഭൂമിയിൽ കാണപ്പെടുന്ന ഡൈവേഴ്സ് ആയിട്ടുള്ള ലാൻഡ് ഫോംസ് ആണ്. അപ്പൊ ഇതെല്ലാം ഉണ്ടാവാൻ കാരണം, ഇത് രൂപപ്പെടാനായിട്ട് കാരണം എന്ന് പറയുന്നത് ഭൂമിയിലെ ചില ബാഹ്യ ശക്തികൾ അല്ലെങ്കിൽ ചില എക്സ്റ്റേണൽ ഫോഴ്സുകളാണ്. ഭൂമിയിൽ പലതരത്തിലുള്ള എക്സ്റ്റേണൽ ഫോഴ്സസുകൾ, ബാഹ്യശക്തികളുണ്ട്. അതിനകത്ത് റണ്ണിങ് വാട്ടർ, ഒഴുകുന്ന ജലം വരും. അതുപോലെ തന്നെ അതായത് നദികൾ എന്ന് പറയുന്നതാണ് റണ്ണിങ് വാട്ടർ. അതുപോലെ തന്നെ വിൻഡ്, ഇവിടെ പറയുന്നുണ്ട് റണ്ണിങ് വാട്ടർ ഉണ്ട്. അതുപോലെ വിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ് പലതരത്തിലുള്ള ലാൻഡ് ഫോംസ് ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഗ്ലേഷ്യർ എന്ന് പറഞ്ഞാൽ ഹിമാനി, ആൻഡ് വേവ്സ് എന്ന് പറഞ്ഞാൽ തിരമാല. അപ്പൊ ഇവയെല്ലാമാണ് ഈ എക്സ്റ്റേണൽ ഫോഴ്സസ് അല്ലെങ്കിൽ ബാഹ്യശക്തികൾ എന്ന് പറയുന്നത്. ഇവയുടെ കണ്ടിന്യൂസ് പ്രോസസ്സുകൾ, ഇവ നടത്തുന്ന ചില നിരന്തരമായിട്ടുള്ള ചില പ്രക്രിയകളുടെ ഫലമായിട്ട്, കണ്ടിന്യൂസ് പ്രോസസ്സിന്റെ ഫലമായിട്ടാണ് ഭൂമിയിൽ ലാൻഡ് ഫോംസ് ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എക്സ്റ്റേണൽ ഫോഴ്സുകളെ അല്ലെങ്കിൽ ബാഹ്യശക്തികളെ നമ്മൾ ജിയോമോർഫിക് ഏജന്റ്സ് എന്ന് ഉള്ള പേരിലാണ് വിളിക്കുന്നത്. അതായത് ഈ വിൻഡ്, ഗ്ലേഷ്യർ, റണ്ണിങ് വാട്ടർ, സീ വേവ്സ് ഇതെല്ലാം ജിയോമോർഫിക് ഏജന്റ്സ് ആണ് അല്ലെങ്കിൽ ഭൂരൂപീകരണ സഹായികളാണ്. ഭൂരൂപങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന സഹായികളാണ്. ഇനി ഇവ ചില പ്രോസസ്സുകൾ വഴിയാണ് ഈ ലാൻഡ് ഫോംസ് നിർമ്മിക്കുന്നത്. പലതരത്തിലുള്ള പ്രക്രിയകൾ വഴിയാണ് ഇവ ഭൂരൂപങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പൊ ആ ഒരു പ്രോസസ്സുകളെയാണ് നമ്മൾ ജിയോമോർഫിക് പ്രോസസ്സസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് ഡൈവേഴ്സ് ലാൻഡ് ഫോംസ് ആർ ഫോംഡ് ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത്. ഭൂമിയിൽ എർത്തിന്റെ സർഫസിൽ, ഭൗമോപരിതലത്തിൽ ഡൈവേഴ്സ് ആയിട്ടുള്ള ലാൻഡ് ഫോംസ്, വൈവിധ്യങ്ങളായിട്ടുള്ള ഭൂരൂപങ്ങൾ, ലാൻഡ് ഫോംസ് ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ്? ത്രൂ ദി കണ്ടിന്യൂസ് പ്രോസസ്സസ് ഡ്രിവൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സസ്. അതായത് എക്സ്റ്റേണൽ ഫോഴ്സസ്, ബാഹ്യശക്തികൾ അവ നടത്തുന്ന ചില നിരന്തരമായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സുകളുടെ ഫലമായിട്ടാണ്. ഏതൊക്കെയാണ് ഈ എക്സ്റ്റേണൽ ഫോഴ്സസ് എന്ന് പറയുന്നത്? എക്സ്റ്റേണൽ ഫോഴ്സസ് such as running water, wind, glacier and waves that operate on the earth surface. അപ്പോൾ ഈ എക്സ്റ്റേണൽ ഫോഴ്സുകൾ എന്ന് പറയുന്നത് റണ്ണിങ് വാട്ടർ വരും, ഒഴുകുന്ന ജലം വരും, അതുപോലെ തന്നെ വിൻഡ്,
കാറ്റ് വരുന്നുണ്ട്, ഗ്ലേഷ്യർ വരുന്നുണ്ട്, അതുപോലെ തന്നെ വേവ്സ് വരുന്നുണ്ട്. Therefore, the external forces are called geomorphic agents. അതുകൊണ്ട് തന്നെ ഈ എക്സ്റ്റേണൽ ഫോഴ്സുകളെ, ബാഹ്യ ശക്തികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജിയോമോർഫിക് ഏജന്റ്സ്, അല്ലെങ്കിൽ ഭൂരൂപീകരണ സഹായികളാണ്. സഹായികൾ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ലാൻഡ് ഫോംസ് ഉണ്ടാക്കാൻ സഹായിക്കുന്നവയാണ് ഇവ. And the processes that lead in the formation of landforms are called geomorphic processes. അതായത് ലാൻഡ് ഫോംസിന്റെ ഫോർമേഷനിലേക്ക് നയിക്കുന്ന ലാൻഡ് ഫോംസ് അല്ലെങ്കിൽ ഭൂരൂപങ്ങളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നതല്ല, അവയെ ആ ഒരു അവയുടെ രൂപീകരണത്തിന് കാരണമാകുന്ന ചില പ്രോസസ്സുകൾ ഉണ്ടല്ലോ, പ്രക്രിയകൾ. ആ പ്രക്രിയകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജിയോമോർഫിക് പ്രോസസ്സസ് അല്ലെങ്കിൽ ഭൂരൂപീകരണ പ്രക്രിയകൾ എന്ന് പറയും. അപ്പോൾ ദ പ്രോസസ്സസ് ദാറ്റ് ലീഡ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ലാൻഡ് ഫോംസ്, ലാൻഡ് ഫോമിന്റെ ഫോർമേഷനിലേക്ക് നയിക്കുന്ന, ഫോർമേഷന് കാരണമാകുന്ന പ്രോസസ്സുകളെ വിളിക്കുന്ന പേരാണ് കാൾഡ് ജിയോമോർഫിക് പ്രോസസ്സസ്. ജിയോമോർഫിക് പ്രോസസ്സസ് അല്ലെങ്കിൽ ഭൂരൂപീകരണ പ്രക്രിയകൾ എന്നാണ് നമ്മൾ അവയെ വിളിക്കുന്നത്. അപ്പൊ ഒരു ലാൻഡ് ഫോം ഉണ്ടാവണമെങ്കിൽ ഒരു ഏജന്റും വേണം, അവിടെ ചില പ്രോസസ്സുകളും വേണം സഹായിക്കാൻ. ലാൻഡ് ഫോം ഉണ്ടാവുന്നത് സഹായിക്കാനായിട്ട് നദിയോ കാറ്റോ അല്ലെങ്കിൽ തിരമാലകളോ ഉണ്ടായിരിക്കണം. അവയാണ് ഏജന്റ്സ് എന്ന് പറയുന്നത്, ജിയോമോർഫിക് ഏജന്റ്സ്. ആ ഏജന്റ്സും വേണം, അവ നടത്തുന്ന ചില പ്രോസസ്സുകളും ചില പ്രക്രിയകളും ജിയോമോർഫിക് പ്രോസസ്സുകളും ഉണ്ടെങ്കിൽ ഒരു ലാൻഡ് ഫോം, അതിപ്പോ മൗണ്ടെയിൻ ആയാലും അല്ലെങ്കിൽ ഒരു വെള്ളച്ചാട്ടമായാലും രൂപപ്പെടുത്തുള്ളൂ. അപ്പൊ ഇവിടെ പറയുന്നു, ദ സെഡിമെന്റ്സ് ഓർ റോക്ക് മെറ്റീരിയൽസ് ഫോംഡ് ത്രൂ ദി ഡിസിന്റഗ്രേഷൻ ഓഫ് റോക്സ് ബൈ വേരിയസ് ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ പ്രോസസ്സസ്. അതായത് നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ വർഷം 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ബയോളജിക്കൽ വെതറിങ്, അതുപോലെ കെമിക്കൽ വെതറിങ്, അതുപോലെ തന്നെ ഫിസിക്കൽ വെതറിങ്. അതായത് പലതരത്തിലുള്ള അപക്ഷയ പ്രവർത്തനങ്ങൾ, വെതറിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാറ പൊടിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാവുന്നതിനെ, ചെറിയ തരികളാവുന്നതിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ വെതറിങ് എന്ന് പറയുന്നത്, അപക്ഷയം എന്ന് പറയും. ആ വെതറിങ് തന്നെ ഫിസിക്കൽ വെതറിങ് ആകാം, കെമിക്കൽ ആകാം, അല്ലെങ്കിൽ ബയോളജിക്കൽ വെതറിങ് ആകാം. അപ്പോൾ ഈ റോക്ക് ഡിസിന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ, റോക്ക് പൊടിയണമെങ്കിൽ, റോക്കിന് വെതറിങ് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ, സംഭവിച്ചിട്ട് ഇവയ്ക്ക് ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ വെതറിങ് സംഭവിച്ചതിന് ശേഷം എന്തായിട്ടാണ് അവ മാറുന്നത്? സെഡിമെന്റ്സ് അല്ലെങ്കിൽ അവസാദങ്ങളായിട്ടാണ് മാറുന്നത്, അല്ലെങ്കിൽ ശിലാവസ്തുക്കളായിട്ട് മാറുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇവിടെ നമുക്ക് ഒരു പാറയുണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഒരു പാറയ്ക്ക് എന്ത് സംഭവിക്കുന്നു? ഡിസിന്റഗ്രേഷൻ സംഭവിക്കുന്നു. അവ പൊടിഞ്ഞതിന് ശേഷം അവ എന്തായിട്ട് മാറുന്നു? ചെറിയ തരികളായിട്ട് മാറുന്നു. ഈ ഒരു തരികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെഡിമെന്റ്സ്, അല്ലെങ്കിൽ ശിലാ പദാർത്ഥങ്ങൾ എന്ന് നമുക്ക് വേണേൽ പറയാം, ശിലാവസ്തുക്കൾ എന്ന് നമുക്ക് വേണേൽ പറയാം. അപ്പോൾ ഇതുണ്ടാവുന്നത് ഫിസിക്കൽ ആയിട്ടുള്ള പ്രോസസ് ആകാം, കെമിക്കൽ ആയിട്ടുള്ള പ്രോസസ് വഴിയാവാം, ബയോളജിക്കൽ ആയിട്ടുള്ള പ്രോസസ് വഴിയാകാം. അപ്പൊ ദ സെഡിമെന്റ്സ് ഓർ റോക്ക് മെറ്റീരിയൽസ് ഫോംഡ് ത്രൂ ദി ഡിസിന്റഗ്രേഷൻ ഓഫ് റോക്സ്, പാറകളുടെ ഡിസിന്റഗ്രേഷൻ കാരണം, ശിലകളുടെ പൊടിയൽ കാരണം ഉണ്ടാകുന്ന, രൂപപ്പെടുന്ന റോക്ക് മെറ്റീരിയൽസ് അല്ലെങ്കിൽ സെഡിമെന്റ്സ് എന്ത് ചെയ്യപ്പെടുന്നു? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു. അപ്പോ ഈ സെഡിമെന്റ്സ് എന്ന് പറയുന്നത് ഫിസിക്കൽ പ്രോസസ് വഴിയോ, കെമിക്കൽ പ്രോസസ് വഴിയോ, ബയോളജിക്കൽ പ്രോസസ് വഴിയോ ആണ് പാറ ഡിസിന്റഗ്രേറ്റ് ചെയ്ത് ഉണ്ടാകുന്നത്. ഇങ്ങനെ ഉണ്ടാവുന്ന ഈ സെഡിമെന്റ് എന്ത് ചെയ്യുന്നു? ആർ ട്രാൻസ്പോർട്ടഡ് ബൈ ദീസ് എക്സ്റ്റേണൽ ഫോഴ്സസ് ഓർ ജിയോമോർഫിക് ഏജന്റ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. അപ്പൊ ഇങ്ങനെ ഉണ്ടാവുന്ന സെഡിമെന്റിനെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ജിയോമോർഫിക് ഏജന്റ്സ് അല്ലെങ്കിൽ ഭൂരൂപീകരണ സഹായികൾ. അപ്പോൾ ഈ ഭൂരൂപീകരണ സഹായികൾ, ജിയോമോർഫിക് ഏജന്റ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സുകൾ, ഈ ബാഹ്യശക്തികൾ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു സെഡിമെന്റിനെ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് അതിനെ ഈ ഒരു പ്രദേശത്ത് നിന്ന് അടുത്തൊരു പ്രദേശത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഫ്രം വൺ പ്ലേസ് ടു അനദർ, ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ഇതിനെ എന്ത് ചെയ്യുന്നു? നീക്കിക്കൊണ്ട് പോകുന്നു. അപ്പൊ ഇങ്ങനെ നീക്കിക്കൊണ്ട് പോയിട്ട് ഇവിടെ ഇപ്പം വരയ്ക്കുകയാണെങ്കിൽ ഇതിലേക്കൂടെ റണ്ണിങ് വാട്ടർ വരുന്നു, ഒരു ഏജന്റ് വരുന്നെന്ന് വിചാരിക്കുക. ഇതിലേക്കൂടെ ഒരു ഏജന്റ് വരുന്നു. ഇത് റണ്ണിങ് വാട്ടർ ആണ്, ഒഴുകുന്ന വെള്ളമാണ്. അപ്പം ഈ ഒരു പ്രദേശത്ത് നിന്ന് എ എന്ന് കൊടുക്കാം. എ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഈ ഒരു സെഡിമെന്റിനെ എങ്ങോട്ടേക്ക് എത്തിക്കുന്നു? ബി എന്ന് പറയുന്ന അടുത്തൊരു സ്ഥലത്തേക്ക് ഈ ഒരു സെഡിമെന്റിനെ
ഈ റണ്ണിങ് വാട്ടർ ഇതിന്റെ കൂടെ ഒഴുക്കി നീക്കി ട്രാൻസ്പോർട്ട് ചെയ്ത് ഈ ഒരു സ്ഥലത്ത് കൊണ്ടുചെന്ന് എത്തിക്കുന്നു. കണ്ടോ? ഈ ഒരു സ്ഥലത്തേക്ക് എത്തിക്കുന്നു. അങ്ങനെ അങ്ങനെ ഇങ്ങനെ നീക്കിക്കൊണ്ട് പോയിട്ട് എന്ത് ചെയ്യുന്നു? ദീസ് മെറ്റീരിയൽസ് ആർ ദെൻ ഡിപ്പോസിറ്റഡ് കൺവീനിയന്റ്ലി ഇൻ ദ ലോ ലൈങ് റീജിയൻസ്. ലോ ലൈങ് റീജിയൻസിൽ, താഴ്ന്ന പ്രദേശങ്ങളിൽ ഈ മെറ്റീരിയൽസിനെ, ഈ സെഡിമെന്റ്സിനെ കൊണ്ടുചെന്ന് എന്ത് ചെയ്യുന്നു? ഡിപ്പോസിറ്റ് ചെയ്യുന്നു, നിക്ഷേപിക്കുന്നു. അപ്പം ഈ സെഡിമെന്റിനെ എന്ത് ചെയ്യുന്നു? ഒരു ഉയർന്ന പ്രദേശത്ത് നിന്ന് കൊണ്ടുചെന്ന് ഒരു താഴ്ന്ന ലോ ലൈങ് റീജിയനിൽ, ഒരു താഴ്ന്ന പ്രദേശത്തേക്ക് കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു, ഡിപ്പോസിറ്റ് ചെയ്യുന്നു. ആൻഡ് ദിസ് പ്രോസസ് ഇസ് കാൾഡ് ഡിപ്പോസിഷൻ. ഇങ്ങനെ ഈ ശിലാവസ്തുക്കളെ അല്ലെങ്കിൽ സെഡിമെന്റിനെ ഒരിടത്ത് കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡിപ്പോസിഷൻ അല്ലെങ്കിൽ നിക്ഷേപണം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഒരു പിക്ചർ കാണാനായിട്ട് സാധിക്കും. ആ ഒരു പിക്ചറിൽ നമുക്ക് വളരെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ റെയിൻ ഡ്രോപ്സ് ആണ് വരുന്നത്, അതായത് ഒഴുകുന്ന വെള്ളമാണ്. അത് ഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒഴുകും, താഴേക്ക് ഒഴുകും, റണ്ണിങ് വാട്ടർ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ചെറിയ സെഡിമെന്റ്സ് കാണാനായിട്ട് സാധിക്കും, അല്ലേ? ഇവിടെ വളരെ ചെറിയ സെഡിമെന്റ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതൊരു സെഡിമെന്റ് ആണ്, ഇതൊരു സെഡിമെന്റ് ആണ്. അപ്പം ഈ സെഡിമെന്റ്സ് അല്ലെങ്കിൽ നമ്മൾ അതിനെ ലൂസ് റോക്ക് മെറ്റീരിയൽസ് എന്ന് പറയും. ഇളകിയ വസ്തുക്കളാണ്, ലൂസ് ആയിട്ടുള്ള റോക്ക് മെറ്റീരിയൽസ് ആണ് അത്. അപ്പം ഈ ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ, ഇളകി കിടക്കുന്ന മെറ്റീരിയൽസിനെ ഒഴുകുന്ന വെള്ളം എന്ത് ചെയ്യും? ഈ ഒരു ഭാഗത്ത് നിന്നും ഒഴുക്കി താഴേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും, ഒഴുക്കിക്കൊണ്ടുപോകും. ഇപ്പൊ വെള്ളം ഒഴുകുമ്പോൾ ഉറപ്പായിട്ട് ഈ പാറ കഷ്ണങ്ങൾ അതിനോടൊപ്പം ഒഴുകി പോകുമല്ലോ. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ ഡിറ്റാച്ച്ഡ് പാർട്ടിക്കിൾസ്. ഡിറ്റാച്ച്ഡ് പാർട്ടിക്കിളിനെ ഈ വെള്ളം ഒഴുക്കിക്കൊണ്ട് ഇങ്ങ് കൊണ്ടുപോയി, പാറ കഷ്ണങ്ങളെ കൊണ്ടുപോയിട്ട് ഒരു താഴ്ന്ന പ്രദേശത്ത് കൊണ്ടുപോയിട്ട് ഒരു ലോ ലൈങ് റീജിയനിൽ ഇതിനെ ഡിപ്പോസിറ്റ് ചെയ്യും, നിക്ഷേപിക്കും. അപ്പോ ഈ ഒരു പ്രദേശത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇതിനെ ഡിപ്പോസിറ്റ്. അപ്പൊ ആദ്യം അത് എവിടെ ഇരുന്നത്? ഇവിടാണ് ഇരുന്നത്. ആദ്യം ഇവിടെയാണ് ഇരുന്നത്. അവിടുന്ന് ഈ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് ഡിപ്പോസിറ്റ് ചെയ്തു, ലോ ലൈങ് റീജിയനിൽ നിക്ഷേപിച്ചു. അപ്പൊ ആ ഒരു പ്രോസസ്സാണ് ഡിപ്പോസിഷൻ അല്ലെങ്കിൽ നിക്ഷേപണം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോ ഡിപ്പോസിഷൻ അല്ലെങ്കിൽ നിക്ഷേപണം എന്താണെന്ന് നമ്മൾ ഓർത്തിരിക്കണം. ഒരു ലോ ലൈങ് റീജിയനിൽ കൊണ്ടുവന്ന് ഡിറ്റാച്ച്ഡ് പാർട്ടിക്കിളിനെ നിക്ഷേപിക്കുന്നതാണ് ഡിപ്പോസിഷൻ ഓഫ് ദി ഡിറ്റാച്ച്ഡ് പാർട്ടിക്കിൾസ് ഇൻ ലോ ലൈങ് റീജിയൻസ്. ദിസ് പ്രോസസ് ഈസ് കാൾഡ് ഡിപ്പോസിഷൻ. ഇപ്പൊ നമ്മൾ ജിയോമോർഫിക് ഏജൻസും ജിയോമോർഫിക് പ്രോസസ്സുകളുമാണ് നോക്കിയത്. പ്രധാനമായിട്ടും വരുന്ന ജിയോമോർഫിക് ഏജൻസ് അഥവാ ഭൂരൂപീകരണ സഹായികൾ എന്ന് പറയുന്നത് റണ്ണിങ് വാട്ടർ, ഒഴുകുന്ന വെള്ളം, അതുപോലെ തന്നെ സീ വേവ്സ്, ഗ്ലേഷ്യർ, വിൻഡ് എന്നിവയാണ്. അതുപോലെ ജിയോമോർഫിക് പ്രോസസ്സുകളിൽ വരുന്നത്, ഭൂരൂപീകരണ പ്രക്രിയകളിൽ വരുന്നത് രണ്ടെണ്ണമാണ്. ഒന്ന് ഇറോഷൻ, മറ്റൊന്ന് ഡിപ്പോസിഷൻ. ഇറോഷൻ എന്ന് പറഞ്ഞാൽ അപരദനം എന്ന് പറയും. ഡിപ്പോസിഷൻ എന്ന് പറയുമ്പോൾ അതിനെ നിക്ഷേപണം എന്ന് പറയും. ഇതിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ഡിപ്പോസിഷൻ മാത്രമാണ് ഒരു ജിയോമോർഫിക് പ്രോസസ് ആയിട്ട്. ഇറോഷൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പൊ ഇത് രണ്ടും, ഇറോഷനും ഡിപ്പോസിഷനും ജിയോമോർഫിക് പ്രോസസ്സുകളാണ്. അപ്പൊ ഇവിടെ പറയുന്നത്, haven't you seen how the rainwater carries away loose rock materials from a higher region and deposits them in a lower region? അതായത് ഒരു ഉയർന്ന പ്രദേശത്ത് നിന്നും, ഹയർ റീജിയണിൽ നിന്നും ലോവർ റീജിയണിൽ എങ്ങനെയാണ് റെയിൻ വാട്ടർ, മഴവെള്ളം എന്ത് ചെയ്യുന്നത്? ലൂസ് റോക്ക് മെറ്റീരിയൽസിനെ ക്യാരി ചെയ്ത് കൊണ്ടുവന്ന് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. ഒരു ഉയർന്ന പ്രദേശത്ത് നിന്നും മഴവെള്ളം ലൂസ് മെറ്റീരിയൽസിനെ, ഇളകിയ ശിലാവസ്തുക്കളെ കൊണ്ടുവന്ന് താഴ്ന്ന പ്രദേശത്ത്, ലോവർ റീജിയനിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന ചിത്രം നമ്മൾ കണ്ടു, അല്ലേ? അപ്പൊ ഇനി നമുക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജിയോമോർഫിക് ഏജൻസിൽ വരുന്ന ഒന്നാണ് റണ്ണിങ് വാട്ടർ എന്ന് പറയുന്നത്. റണ്ണിങ് വാട്ടറും റിവറും ഒന്ന് തന്നെയാണ്. അപ്പോൾ നദികളെന്ന് പറഞ്ഞാലും ഒഴുകുന്ന വെള്ളം എന്ന് പറഞ്ഞാലും ഏകദേശം ഒരേ മീനിങ് തന്നെയാണ്. അപ്പോൾ നദികളെന്ന് പറയുന്നത് ഒരു ജിയോമോർഫിക് ഏജന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഭൂരൂപീകരണ സഹായിയാണ്. ഭൂരൂപം ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് നദികൾ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നദികൾ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം വളരെയധികം ചെറിയ റിവിലറ്റ്സ് ചേർന്നിട്ട്, വളരെ ചെറിയ റിവിലറ്റ്സ് എന്ത് ചെയ്യുന്നു? ഉണ്ടാവുന്നു. ഈ റിവിലറ്റ്സ് ഉണ്ടാവുന്നത് വളരെ ഉയർന്ന പ്രദേശങ്ങളിൽ, അതായത് ഹൈ ആൾട്ടിറ്റ്യൂഡ്സ് ഉള്ള പ്രദേശം, മൗണ്ടെയിൻസിന്റെ മുകളിലായിരിക്കും മിക്കപ്പോഴും ഈ നദികൾ ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഉയരം കൂടിയ പ്രദേശങ്ങളിൽ, ഹൈ ആൾട്ടിറ്റ്യൂഡ്സിൽ മഴ പെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മഞ്ഞുരുകിയൊക്കെ എന്ത് ചെയ്യുന്നു? റിവിലറ്റ്സ് ഉണ്ടാവുന്നു, ചെറിയ ചെറിയ നീർച്ചാലുകൾ ഉണ്ടാവുന്നു. അപ്പൊ ഇത്തരത്തിൽ ചെറിയ ചെറിയ നീർച്ചാലുകൾ നമുക്ക് കാണാം. അപ്പൊ ഈ നീർച്ചാലുകൾ എന്ത് ചെയ്യുന്നു? പരസ്പരം കൂടിച്ചേരും. പരസ്പരം വന്നിട്ട് ഇപ്പൊ ഇവിടെ ഒരു നീർച്ചാലുണ്ടായി മറ്റൊരു നീർച്ചാലുമായിട്ട് വന്ന്
ഇത് കൂടിച്ചേരും. അതുപോലെ ഇവിടെ ഒരു നീർച്ചാലുണ്ടായി, അതും ഒന്ന് കൂടിച്ചേരും. ഇത്തരത്തിൽ ഒട്ടനവധി നീർച്ചാലുകൾ മഴ പെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നു. ഇവയെ നമ്മൾ റിവുലെറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ റിവുലെറ്റ്സ് കൂടിച്ചേരുന്നു, പരസ്പരം വന്ന് കൂടിച്ചേരുന്നു. അപ്പൊ ഇവിടെ ഒരെണ്ണം വരുന്നു, ഇവിടെ മറ്റൊരു റിവുലെറ്റ് വന്ന് കൂടിച്ചേരുന്നു അതിനോട്. അപ്പൊ റിവുലെറ്റ്സ് ഒറിജിനേറ്റിംഗ് ഫ്രം ഹൈ ആൾട്ടിറ്റ്യൂഡ് ഫോം റിൽസ്. വളരെ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന ഉത്ഭവിക്കുന്ന റിവുലെറ്റ്സ് എന്ത് ചെയ്യുന്നു? റിവുലെറ്റ്സ് ഒറിജിനേറ്റ് ഫ്രം ഹൈ ആൾട്ടിറ്റ്യൂഡ് ഫോം റിൽസ്. ഈ റിവുലെറ്റ്സ് കൂടിച്ചേർന്നിട്ട് അത് റില്ലായിട്ട് മാറുന്നു. റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുചാലുകളാണ്. ഇപ്പം ഇവിടെ രണ്ട് റിവുലെറ്റ്സ് ചേർന്ന് ഒരു ചെറുചാലുണ്ടായി. അതുപോലെ ഇവിടെയും ഒരു ചെറുചാലുണ്ടായി. അതുപോലെ ഇവിടെയും ഒരു ചെറുചാലുണ്ടായി. ഇവിടെയും ഒരു ചെറുചാല് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ മറ്റൊരു ചെറുചാലുണ്ടായി. ഇവിടെയും മറ്റൊരു ചെറുചാലുണ്ടായി. അപ്പൊ ഈ ചെറുചാലുകൾ അഥവാ നമ്മൾ റിൽസ് എന്ന് പറയുന്ന റിൽസ് പരസ്പരം ജോയിൻ ചെയ്യപ്പെടും. അപ്പൊ റിൽസ് പരസ്പരം കൂടിച്ചേരും. ഒഴുകി ഒഴുകി വന്നിട്ട് രണ്ട് റില്ലുകൾ പരസ്പരം രണ്ടോ മൂന്നോ റില്ലുകൾ എന്ത് ചെയ്യും? പരസ്പരം കൂടിച്ചേരും. അപ്പൊ ഇവിടെ പറയുന്നത് റിൽസ് ജോയിൻ ടുഗദർ ടു ഫോം സ്ട്രീംസ്. റില്ല് പരസ്പരം ജോയിൻ ടുഗദർ ചെയ്തിട്ട് പരസ്പരം കൂടിച്ചേർന്നിട്ട് എന്തായിട്ട് മാറുന്നു? സ്ട്രീംസ് ആയിട്ട് ഫോം ചെയ്യുന്നു, അരുവികളായിട്ട് മാറുന്നു. അപ്പൊ ചെറുചാലുകൾ ഒഴുകിച്ചേർന്ന് അരുവികളായിട്ട് മാറുന്നു. അപ്പൊ ഇവിടെ നമുക്ക് അരുവികളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ ദാണ്ട് ഇതൊരു റില്ലാണ്. ഈ റില്ല് ഈ വരുന്ന റില്ലുമായിട്ട് കൂടിച്ചേർന്നു. അതുപോലെ ഈ റില്ല് ഇവിടെ കാണുന്ന മറ്റൊരു റില്ലുമായിട്ട് കൂടിച്ചേരുന്നു. അതുപോലെ റില്ലുകൾ പരസ്പരം എന്ത് ചെയ്യുന്നു? കൂടിച്ചേർന്നിട്ട് അവിടെ എന്ത് രൂപപ്പെടുന്നു? അരുവികൾ രൂപപ്പെടുന്നു. അപ്പൊ ഇവിടെ ഒരു രണ്ട് റില്ലുകൾ കൂടിച്ചേർന്ന് ഒരു അരുവി ഉണ്ടായി. അതുപോലെ ഇവിടെ റെഡ് കളറിൽ രണ്ട് റില്ലുകൾ ചേർന്ന് ഒരു അരുവി രൂപപ്പെടുന്നു. അതുപോലെ ഇവിടെയും ഒരു അരുവി രൂപപ്പെടുന്നു. കണ്ടോ? അപ്പൊ ഇത്തരത്തിൽ അരുവികൾ രൂപപ്പെടുന്നു. അപ്പോൾ ഇനി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരുവികൾ കൂടിച്ചേർന്ന് സ്ട്രീംസ് കൂടിച്ചേർന്നാണ് നദികൾ രൂപപ്പെടുന്നത്. അപ്പൊ റിവേഴ്സ് ഡെവലപ്പ് ത്രൂ ദ മെർജിങ് ഓഫ് ന്യൂമറസ് സച്ച് സ്ട്രീംസ്. ഇത്തരത്തിലുള്ള ഒരുപാട് സ്ട്രീമുകൾ, അരുവികൾ മെർജ് ചെയ്ത് കൂടിച്ചേർന്നാണ് റിവേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്, നദികൾ വികാസം പ്രാപിക്കുന്നത്. അപ്പൊ അരുവികൾ എന്ത് ചെയ്യുന്നു? നദിയായി വികാസം പ്രാപിക്കുന്നത് എങ്ങനെയാണ്? ഒരുപാട് പല അരുവികൾ ചേർന്നിട്ടാണ് നദികൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നദിയായിട്ട് വികാസം പ്രാപിക്കുന്നത്. റിവേഴ്സ് ഡെവലപ്പ് ത്രൂ ദ മെർജിങ് ഓഫ് ന്യൂമറസ് സച്ച് സ്ട്രീംസ്. അപ്പൊ ഇത്തരത്തിൽ ഈ യെല്ലോ കളറിലെ ഒരു അരുവി ഒഴുകി വരുന്നു. അപ്പൊ അതിലേക്ക് മറ്റൊരു അരുവി വന്ന് ചേർന്നിട്ട് ഇത് രണ്ടും കൂടി ചേർന്നിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? പുതിയൊരു നദി, ഒരു റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നു. പുതിയൊരു റിവർ ഈ ഒരു പ്രദേശത്ത് ഇവിടുന്ന് ഒറിജിനേറ്റ് ചെയ്ത് താഴേക്ക് പോകുന്നു. കണ്ടോ? അതുപോലെ തന്നെ ഇവിടേക്ക് ഇതാണ്ട ഈ അരുവിയും ഈ ഒരു സ്ട്രീമും എന്ത് ചെയ്യുന്നു? ഈ ഒരു സ്ട്രീമും ഇവിടേക്ക് ഒഴുകി വന്ന് ചേരും. ഇത്തരത്തിൽ ഒരു സ്ട്രീം അല്ല, ഒട്ടനവധി സ്ട്രീമുകൾ ഒഴുകി വരും. റില്ലുകൾ ചേർന്നുണ്ടാവുന്ന ഒട്ടനവധി സ്ട്രീമുകൾ വന്ന് ചേർന്നിട്ടാണ് ഒരു റിവർ അല്ലെങ്കിൽ ഒരു നദി ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ rivers originating from high altitudes transport sediments down the stream and deposit them in low-lying areas. അപ്പൊ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുണ്ടാവുന്ന ഉയർന്ന പ്രദേശങ്ങളിൽ ഹൈ ആൾട്ടിറ്റ്യൂഡിലാണല്ലോ നദികൾ ഉണ്ടാവുന്നത്. അപ്പൊ റിവേഴ്സ് ഒറിജിനേറ്റ് ഫ്രം ഹൈ ആൾട്ടിറ്റ്യൂഡ്, ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന, ഉത്ഭവിച്ചൊഴുകുന്ന നദികൾ എന്ത് ചെയ്യുന്നു? അവ അവസാദങ്ങൾ, സെഡിമെന്റ്സ് താഴേക്ക് വഹിച്ചുകൊണ്ടുവരും. അപ്പം ദീസ് റിവേഴ്സ് ട്രാൻസ്പോർട്ട് സെഡിമെന്റ്സ് ഡൗൺ ടു ദ സ്ട്രീം. അപ്പൊ ഈ റിവേഴ്സ് എന്ത് ചെയ്യും? താഴേക്ക് സെഡിമെന്റ്സ്, അവസാദങ്ങൾ. നേരത്തെ ഞാൻ പറഞ്ഞു, ഡെബ്രിസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, അലൂവിയം ഒക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള ശിലാവശിഷ്ടങ്ങൾ, സെഡിമെന്റ്സ് എന്ത് ചെയ്യും? ഈ നദി ഒഴുകുന്ന കൂട്ടത്തിൽ ഈ നദി പാറക്കഷ്ണങ്ങളെ താഴേക്ക് കൊണ്ടുവരും, ട്രാൻസ്പോർട്ട് ചെയ്യും, താഴേക്ക് കൊണ്ടുവരും. അപ്പൊ റിവേഴ്സ് ട്രാൻസ്പോർട്ട് sediments down the stream and deposit them in low lying region. ഇങ്ങനെ കൊണ്ടുവരുന്ന നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന സെഡിമെന്റിനെ അവ ലോ ലൈങ് റീജിയനിൽ, താഴ്ന്ന പ്രദേശത്ത് കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്യും. ഇപ്പൊ ഈ നദിയാണെങ്കിൽ ഇപ്പൊ ഈ നദി എന്ത് ചെയ്യുന്നു? ഇതിലേക്കൂടി ഒഴുകി വരികയാണ്. നദി താഴേക്ക് വരുന്ന സമയത്ത് ഈ താഴ്ഭാഗത്തേക്ക് നദി എന്തുകൊണ്ട് മുകളിൽ നിന്ന് കൊണ്ടുവന്ന സെഡിമെന്റ് എല്ലാം കൂടി താഴ്ഭാഗത്ത് കൊണ്ടുവന്ന് നദി എന്ത് ചെയ്യും? ഡിപ്പോസിറ്റ് ചെയ്യും. അതുകൊണ്ട് ഇവിടെ ഈ പല സ്ഥലങ്ങളിലായിട്ട് ഡിപ്പോസിറ്റ് ചെയ്യും. അപ്പൊ ലോ ലൈങ് റീജിയനിൽ, താഴ്ന്ന പ്രദേശങ്ങളിലാണ് നദികൾ ഈ സെഡിമെന്റ്സ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്.
കാലക്രമേണ എന്ത് സംഭവിക്കുന്നു? ഓവർ ടൈം ദ ഡിപ്പോസിഷൻ ഓഫ് സെഡിമെന്റ്സ് ബൈ റിവേഴ്സ്. ഇത്തരത്തിൽ കാലക്രമേണ സമയം പോകുന്നതനുസരിച്ച് റിവേഴ്സ് ഇങ്ങനെ സെഡിമെന്റ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്, അവസാദങ്ങൾ നിക്ഷേപിക്കുന്നത് എന്തായിട്ട് മാറുന്നു? ഡിപ്പോസിഷൻ ഓഫ് സെഡിമെന്റ്സ് ബൈ റിവേഴ്സ് ക്രിയേറ്റ് ന്യൂമറസ് ഡിപ്പോസിഷണൽ ലാൻഡ് ഫോംസ്. ഈ സെഡിമെന്റ്സ് കൂടിച്ചേർന്ന് പലതരത്തിലുള്ള ഒരുപാട് ഡിപ്പോസിഷണൽ ലാൻഡ് ഫോംസ് രൂപപ്പെടാനായിട്ട് കാരണമാകും. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് ഇത്തരത്തിലുള്ള ഡിപ്പോസിഷണൽ ലാൻഡ് ഫോംസ് അഥവാ നിക്ഷേപണ ഭൂരൂപങ്ങൾ എന്ത് ചെയ്യുന്നു? രൂപപ്പെടുന്നു. ഓവർ ടൈം ദ ഡിപ്പോസിഷൻ ഓഫ് സെഡിമെന്റ്സ് ബൈ റിവേഴ്സ് ക്രിയേറ്റ് ന്യൂമറസ് ഡിപ്പോസിഷണൽ ലാൻഡ് ഫോംസ് ഇൻക്ലൂഡിംഗ് എക്സ്പാൻസീവ് അലൂവിയൽ പ്ലെയിൻസ്. ഇത്തരത്തിൽ നദികൾ ഉണ്ടാക്കുന്ന സെഡിമെന്റ്സ് ഡിപ്പോസിറ്റ് ചെയ്ത് അവസാദങ്ങൾ നിക്ഷേപിച്ചുണ്ടാക്കുന്ന ലാൻഡ് ഫോമുകളിൽ, ഡിപ്പോസിഷണൽ ലാൻഡ് ഫോംസിൽ ഒരെണ്ണമാണ് എക്സ്പാൻസീവ് ആയിട്ടുള്ള, വിശാലമായിട്ടുള്ള അലൂവിയൽ പ്ലെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അലൂവിയൽ പ്ലെയിൻസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അലൂവിയൽ പ്ലെയിൻ എന്താണ്? ഒരു നിക്ഷേപണ ഭൂരൂപമാണ്. അപ്പം സമതലങ്ങൾ, എക്കൽ സമതലമാണ് അലൂവിയൽ പ്ലെയിൻസ്. അപ്പൊ അലൂവിയൽ പ്ലെയിൻസ് നദികൾ ഡിപ്പോസിഷൻ എന്ന് പറയുന്ന ഒരു ജിയോമോർഫിക് പ്രോസസ്സ് വഴിയാണ് ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ ജിയോമോർഫിക് ഏജന്റ് ഏതാണെന്ന് ചോദിച്ചാൽ റിവർ ആണ്. അത് ഇവിടെ ഉണ്ടാകുന്ന ആ ഒരു പ്രോസസ്, ലാൻഡ് ഫോം ഉണ്ടാക്കാൻ, ഡിപ്പോസിഷൻ ലാൻഡ് ഫോം ഉണ്ടാവാൻ കാരണമാകുന്ന പ്രോസസ്, ജിയോമോർഫിക് പ്രോസസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡിപ്പോസിഷൻ ആണ്. ഇനി ഇവിടെ നമുക്ക് ഒരു റിവർ ഒഴുകി വരുന്നതായിട്ട് ഈ പിക്ചറിൽ കാണാനായിട്ട് സാധിക്കും. മുകളിൽ നിന്നാണ് റിവർ ഒറിജിനേറ്റ് ചെയ്ത് ചെറിയ, നേരത്തെ പറഞ്ഞ പോലെ റിൽസ് ആവുന്നു, റിൽസ് സ്ട്രീംസ് ആവുന്നു, സ്ട്രീംസ് ചേർന്ന് റിവർ ആവുന്നു, റിവർ താഴേക്ക് ഒഴുകി എവിടെ വന്ന് ചേരുന്നു? ഒരു ഏതെങ്കിലും സമുദ്രത്തിലോ അല്ലെങ്കിൽ വലിയ തടാകങ്ങളിലോ ഏതെങ്കിലും ഒരു വാട്ടർ ബോഡിയിലോ വന്ന് ചേരും. ഈ റിവർ ഒഴുകുന്നതിനെ നമുക്ക് 3 കോഴ്സായിട്ട്, ഘട്ടങ്ങളായിട്ട് തിരിക്കാം. അപ്പർ കോഴ്സ്, പർവ്വതങ്ങൾ വരുന്ന ഭാഗമാണ് അപ്പർ കോഴ്സ് അല്ലെങ്കിൽ ഉപരിഘട്ടം. പിന്നെ അതിന്റെ ചരിവ് കുറഞ്ഞ പ്രദേശമാണ് മിഡിൽ കോഴ്സ് അല്ലെങ്കിൽ മധ്യഘട്ടം. ഇനി മൂന്നാമത് വരുന്ന ഈ പ്ലെയിൻ ഏരിയാസ് ആണ്, നദി കടലിലേക്ക് ചേരുന്ന ഒരു ഭാഗത്ത് വരുന്നതാണ് ലോവർ കോഴ്സ് അല്ലെങ്കിൽ കീഴ്ഘട്ടം. ഇനി നദിയുടെ ഉത്ഭവ സ്ഥാനം എന്ന് പറയുന്നത്, അതായത് നദി ഉത്ഭവിക്കുന്ന സ്ഥാനം, ദ പ്ലേസ് ഓഫ് ഒറിജിൻ ഓഫ് എ റിവർ. അതായത് റിവർ ഒറിജിനേറ്റ് ചെയ്യുന്ന പ്ലേസ്, റിവർ ഉത്ഭവിക്കുന്ന സ്ഥലത്തിനെ വിളിക്കുന്ന പേരാണ് സോഴ്സ്. അതിന്റെ പ്രഭവ സ്ഥാനം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. And the place at which it discharges into the sea or another body of water is referred to as the river mouth. അതായത് നദി എവിടെ വെച്ചാണോ നദി, the place, ഏത് പ്ലേസിൽ വെച്ചാണോ നദി എന്ത് ചെയ്യുന്നത്? ഡിസ്ചാർജസ് ഇൻ ടു സീ, കടലിലേക്ക് നദി ഡിസ്ചാർജ് ചെയ്യുന്നത്, നദി ഒഴുകി ഇറങ്ങുന്നത്, കടലിലേക്ക് ഏത് സ്ഥാനത്തേക്കാണോ നദി പതിക്കുന്നത് ആ ഒരു ഭാഗത്തിന്, അത് കടലിലേക്കാകാം ഡിസ്ചാർജ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ വേറെ അനദർ ബോഡി ഓഫ് വാട്ടറും ആകാം, ലേക്ക് പോലെ, തടാകം പോലുള്ള മറ്റേതെങ്കിലും വാട്ടർ ബോഡിയിലേക്കോ നദിക്ക് പതിക്കാം. അപ്പൊ അങ്ങനെ നദി കടലിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്ന ആ ഒരു പോയിന്റിനെ, ആ ഒരു പ്ലേസിനെ വിളിക്കുന്ന പേരാണ് റിവർ മൗത്ത് അല്ലെങ്കിൽ നദി മുഖം എന്ന് പറയുന്നത്. നമുക്കിവിടെ കറക്റ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഇത് നദി ഇപ്പൊ ഏറ്റവും മുകളിൽ നിന്നല്ലേ നദി ഒറിജിനേറ്റ്. അപ്പൊ ഇതാണ് റിവറിന്റെ പ്ലേസ് ഓഫ് ഒറിജിൻ. അതിനെ നമ്മൾ എന്തെന്ന് പറയും? പ്രഭവ സ്ഥാനം അല്ലെങ്കിൽ സോഴ്സ് എന്ന് പറയും. ഇവിടാണ് നദി എന്ത് ചെയ്യുന്നത്? കടലിലേക്ക് പതിക്കുന്നത്. അതിനെ നമ്മൾ റിവർ മൗത്ത് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ നദീമുഖം എന്ന് പറയും. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തത് ഈ ഒരു നോർത്ത് ഇന്ത്യൻ പ്ലെയിന്റെ ഫോർമേഷനെ കുറിച്ച് പറയാനായിട്ടാണ്. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ജിയോമോർഫിക് പ്രോസസ്സും അതുപോലെ ജിയോമോർഫിക് ഏജന്റുകളെ കുറിച്ചും പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഫോം ചെയ്തതെന്ന് നോക്കാം. ദ ഫെർട്ടൈൽ ഇൻഡോ ഗാങ്ജറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ വാസ് ഓൾസോ ഫോംഡ് ഇൻ ദ സെയിം വേ ബൈ ദ ഡിപ്പോസിഷൻ ഓഫ് സെഡിമെന്റ്സ് ക്യാരിഡ് ബൈ റിവേഴ്സ്. അതായത് നേരത്തെ പറഞ്ഞ അതേ വഴിയിൽ തന്നെ, ആ ഒരു സെയിം വേയിൽ തന്നെയാണ് ഈ ഫെർട്ടൈൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫലഭൂയിഷ്ടമായിട്ടുള്ള ഇൻഡോ ഗാങ്ജറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിനും ഫോം ചെയ്തിട്ടുള്ളത്. അപ്പം ദ ഫെർട്ടൈൽ ഇൻഡോ ഗാങ്ജറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ വാസ് ഓൾസോ ഫോംഡ് ഇൻ ദ സെയിം വേ. നേരത്തെ പറഞ്ഞ അതേ വേയിൽ തന്നെയാണ്. എങ്ങനെയാണ്? ബൈ ദ ഡിപ്പോസിഷൻ ഓഫ് സെഡിമെന്റ്സ് ക്യാരിഡ് ബൈ റിവേഴ്സ്. അതായത് റിവേഴ്സ് ക്യാരി ചെയ്തുകൊണ്ടുവരുന്ന സെഡിമെന്റ്സ് അല്ലെങ്കിൽ അവസാദങ്ങളുടെ നിക്ഷേപണത്തിന്റെ, ഡിപ്പോസിഷന്റെ ഫലമായിട്ടാണ് ഈ ഒരു നമ്മുടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ അല്ലെങ്കിൽ ഉത്തര മഹാസമതലം രൂപം കൊണ്ടിട്ടുള്ളത്. The sediments are deposited in a vast depression at the south of the Himalayas. ഈ സെഡിമെന്റ്സ് എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്?
ഹിമാലയത്തിന്റെ സൗത്തിലായിട്ട്, ഹിമാലയത്തിന്റെ തെക്കിലായിട്ട് കാണപ്പെടുന്ന ഒരു വാസ്റ്റ് ഡിപ്രഷനിലേക്കാണ് ഈ സെഡിമെന്റ്സ് എന്ത് ചെയ്തിട്ടുള്ളത്, ഡിപ്പോസിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടം എന്ന് പറയും. നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും, ഇവിടെ ഒരു തടമുണ്ട്. ഹിമാലയം ഫോം ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഒരു സൈഡിൽ നിന്ന് യുറേഷ്യൻ പ്ലേറ്റ് വരുന്നു, മറ്റേ സൈഡിൽ നിന്ന് ഇന്ത്യൻ പ്ലേറ്റ് വരുന്നു. അപ്പൊ ഈ രണ്ട് പ്ലേറ്റൂടെ തമ്മിൽ എന്ത് ചെയ്യുന്നു, ഇതൊരു കൺവേർജന്റ് ബൗണ്ടറി അല്ലെങ്കിൽ സംയോജക സീമയാണ്. അപ്പൊ ഈ ഒരു സംയോജക സീമയിൽ രണ്ട് പ്ലേറ്റും കൂടി കൺവേർജ് ചെയ്യുന്നു, അല്ലെങ്കിൽ പരസ്പരം കൂട്ടിമുട്ടുന്നു. അപ്പോഴേക്കും അവിടെ ഫോൾഡ് മൗണ്ടെയിൻ ആയിട്ടുള്ള ഹിമാലയം എന്ത് ചെയ്യുന്നു, ഫോം ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഹിമാലയത്തിന്റെ ഫോർമേഷന്റെ ഫലമായിട്ട് ഇവിടെ ഒരു വലിയ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിപ്രഷൻ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ വാസ്റ്റ് ആയിട്ട് ഒരു തടം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, ഇവിടെ ഒരു വലിയ തടം, ഹിമാലയത്തിന്റെ സൗത്ത് ആയിട്ടാണ് ഈ ഡിപ്രഷൻ കാണപ്പെടുന്നത്. അപ്പൊ ഈ ഒരു തടത്തിലേക്ക് ഹിമാലയത്തിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യപ്പെടുന്ന റിവേഴ്സ്, നദികൾ എന്ത് കൊണ്ടുവന്ന് ഡിപ്പോസിറ്റ് ചെയ്യുന്നു, സെഡിമെന്റ്സ് അല്ലെങ്കിൽ അവസാദങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പൊ ഹിമാലയത്തിൽ നിന്ന് ഒരുപാട് റിവേഴ്സ് വരുന്നുണ്ട് അല്ലെ. ഈ റിവേഴ്സ് അതുപോലെ തന്നെ പെനിസുലാർ ഇന്ത്യയിൽ നിന്നും, ഇപ്പുറം പെനിസുലാർ പ്ലേറ്റോ ആണ്, പെനിസുലാർ പ്ലേറ്റോയിൽ നിന്നും റിവേഴ്സ് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ഈ ഒരു സ്ഥലത്തേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. അപ്പൊ പെനിസുലാർ പ്ലേറ്റോയിൽ നിന്നും ഹിമാലയത്തിൽ നിന്നും വരുന്ന റിവേഴ്സ് ഈ ഒരു ഡിപ്രഷനിൽ, ഈ ഒരു തടത്തിലേക്ക് കുറെ സെഡിമെന്റ്സ് അല്ലെങ്കിൽ അവസാദങ്ങൾ കൊണ്ടുചെന്ന് ഡിപ്പോസിറ്റ് ചെയ്യും ഈ ഒരു ഭാഗത്തായിട്ട്. ഇതിപ്പം അവസാദങ്ങളാണ്. ഈ ഒരു ഭാഗത്തായിട്ട് കുറെ അധികം അവസാദങ്ങൾ ഈ റിവേഴ്സ് ഡിപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ഈ അവസാദങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്ത് സെഡിമെന്റ്സിന്റെ ഡിപ്പോസിഷന്റെ ഫലമായിട്ട് ഇവിടെ ഒരു വലിയ പ്ലെയിൻ, ഈ ഹിമാലയത്തിന്റെ താഴെ വളരെ വലിയ ഒരു അതിവിശാലമായിട്ടുള്ള ഒരു പ്ലെയിൻ രൂപം കൊള്ളുന്നു. ഈ പ്ലെയിൻ ആണ് നമ്മൾ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ the sediments are deposited in a vast depression at the south of the Himalayas, which was formed as a result of the formation of the Himalayas. ഈ ഡിപ്രഷൻ ഫോം ചെയ്തിട്ടുള്ളത്, ഈ ഒരു തടം ഫോം ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്, വിച്ച് വാസ് ഫോംഡ് as a result of the formation of the Himalayas. ഹിമാലയത്തിന്റെ രൂപീകരണത്തിന്റെ, ഹിമാലയത്തിന്റെ ഫോർമേഷന്റെ ഫലമായിട്ട്, റിസൾട്ടായിട്ട് ഫോം ചെയ്ത ഈ ഒരു ഡിപ്രഷനിലേക്ക്, ഹിമാലയത്തിന്റെ സൗത്തിലുള്ള ഈ ഒരു ഡിപ്രഷനിലേക്ക് എന്ത് ചെയ്യുന്നു, സെഡിമെന്റ്സ് ഡിപ്പോസിറ്റ് ചെയ്ത് ഒരു വളരെ വലിയൊരു പ്ലെയിൻ, ഒരു സമതലം രൂപപ്പെടുന്നുണ്ട്. അപ്പൊ ആ ഒരു സമതലമാണ് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറയുന്നത്. ഇനി the sediments transported by rivers originating from both the Himalayas and peninsular India. അപ്പൊ ഈ സെഡിമെന്റ്സ് വരുന്നത് എവിടെ നിന്നാണ്? ഒന്ന്, സെഡിമെന്റ്സ് ട്രാൻസ്പോർട്ടഡ് ബൈ റിവേഴ്സ്. ഉറപ്പായിട്ടും ഇവിടുത്തെ ജിയോമോർഫിക് ഏജന്റ് എന്ന് പറയുന്നത് റിവർ ആണ് അല്ലെ. ഇവിടുത്തെ ആ ഒരു പ്രോസസ്, ജിയോമോർഫിക് പ്രോസസ് എന്ന് പറയുന്നത് ഡിപ്പോസിഷനുമാണ്. അപ്പൊ ഈ സെഡിമെന്റ്സ് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നത് റിവേഴ്സ് ആണ്. എവിടുന്നെല്ലാം ഉള്ള റിവേഴ്സ് ആണ്? റിവേഴ്സ് ഒറിജിനേറ്റിംഗ് ഫ്രം ബോത്ത് ദി ഹിമാലയസ് ആൻഡ് പെനിസുലാർ ഇന്ത്യ. ഒരു സൈഡിൽ ഹിമാലയത്തിൽ നിന്നുള്ള നദികൾ വരുന്നുണ്ട് സെഡിമെന്റ്സുമായിട്ട്, മറ്റേ സൈഡിൽ നിന്ന് പെനിസുലാർ ഇന്ത്യയിൽ നിന്ന്, ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നുള്ള നദികളും വരുന്നുണ്ട്. ഈ രണ്ട് നദികളും കൊണ്ടുവരുന്ന സെഡിമെന്റ്സ് ആണ് ഈ ഒരു കുഴിയിലേക്ക്, ഈ ഒരു വാസ്റ്റ് ഡിപ്രഷനിലേക്ക്, ഈ ഒരു തടത്തിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ the sediments were deposited in this expansive depression. ഈ ഒരു ഡിപ്രഷനിലേക്ക്, രണ്ട് സൈഡിൽ നിന്ന് വരുന്ന റിവേഴ്സ് കൊണ്ടുവരുന്ന സെഡിമെന്റ്സ് ഈ ഒരു ഡിപ്രഷനിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്നു. വിച്ച് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് ദ പ്ലെയിൻ. അത് എന്തിലേക്ക് നയിച്ചു? അതെന്തിലേക്ക് ലീഡ് ചെയ്തു? ലീഡ് ടു ദി ഫോർമേഷൻ ഓഫ് ദി പ്ലെയിൻ. ഈ ഒരു പ്ലെയിന്റെ, ഈ ഒരു സമതലത്തിന്റെ രൂപീകരണത്തിന് കാരണമായി. ദ കണ്ടിന്യൂസ് ഡിപ്പോസിഷണൽ പ്രോസസ്സസ് over millions of years have contributed to the evolution of this fertile plain. അപ്പൊ ഈ ഒരു ഫെർട്ടൈൽ പ്ലെയിന്റെ ഇവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മാറ്റം, അല്ലെങ്കിൽ ഈ ഒരു പ്ലെയിന്റെ രൂപീകരണത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തത് ഈ ഒരു കണ്ടിന്യൂസ് ഡിപ്പോസിഷണൽ പ്രോസസ് ആണ്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഹിമാലയത്തിൽ നിന്നുള്ള സെഡിമെന്റ്സ് റിവേഴ്സ് കൊണ്ടുവന്ന് ആ പ്ലെയിനിൽ, ഉത്തരേന്ത്യൻ സമതലത്തിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കണ്ടിന്യൂസ് ഡിപ്പോസിഷണൽ പ്രോസസ്സസ് ഓവർ മില്യൺസ് ഓഫ് ഇയേഴ്സ്, അതായത് ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം എടുത്തു നടക്കുന്ന ഒരു പ്രോസസ്സാണ്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രോസസ് എന്ത് ചെയ്തു? ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു ദി ഇവല്യൂഷൻ ഓഫ് ദിസ് ഫെർട്ടൈൽ പ്ലെയിൻ. ഈ ഒരു പ്ലെയിന്റെ ഇവല്യൂഷന് കാരണമായിട്ടുണ്ട്. The average depth of alluvial deposit in this plain ranges from 1000 meters to 2000 meters. അതായത് ഈ ഒരു പ്ലെയിനിലെ ഡിപ്പോസിറ്റുകളുടെ, അലൂവിയൽ ഡിപ്പോസിറ്റിന്റെ, എക്കൽ നിക്ഷേപത്തിന്റെ കനം അല്ലെങ്കിൽ ആവറേജ് ഡെപ്ത്, ആഴം എന്ന് പറയുന്നത് ഏകദേശം റേഞ്ചസ് ഫ്രം 1000 meters to 2000 meters.
1000 മുതൽ 2000 മീറ്റർ വരെയാണ് ഈ ഒരു അലൂവിയൽ ഡിപ്പോസിറ്റിന്റെ അല്ലെങ്കിൽ എക്കൽ നിക്ഷേപത്തിന്റെ കനമെന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇതിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഏകദേശം 1000 മുതൽ 2000 മീറ്റർ, അതായത് ഏകദേശം 2 കിലോമീറ്റർ ആഴത്തിൽ ഈ ഒരു ഡിപ്പോസിറ്റ് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ അല്ലെങ്കിൽ ഉത്തര മഹാസമുദ്രത്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്. ഇൻഡോ ഗാങ്ജറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിന്റെ ഒരു പ്രൊഫൈലാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ നമ്മളിത് ഹിമാലയത്തിന്റെ ഒരു വടക്ക് നിന്നും നേരെ തെക്കോട്ടേക്ക്, നോർത്തിൽ നിന്നും സൗത്തിലേക്ക് സഞ്ചരിച്ചാൽ ഉള്ള ഭൂമിയുടെ ഒരു ക്രോസ് സെക്ഷൻ, ഒരു ഫിസിയോഗ്രഫിയുടെ ഒരു ക്രോസ് സെക്ഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ ഹിമാലയത്തിന്റെ തൊട്ട് വടക്കായിട്ട് ടിബറ്റൻ പീഠഭൂമി അല്ലെങ്കിൽ ടിബറ്റൻ പ്ലേറ്റോ ഉണ്ട്. അവിടെ നിന്ന് നേരെ നമ്മൾ തെക്കോട്ടേക്ക് സഞ്ചരിക്കുമ്പോൾ ഹിമാലയമാണ്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹിമാദ്രി, അതിനുശേഷം രണ്ടാമത്തെ നിരയായിട്ടുള്ള ഹിമാചൽ, ഏറ്റവും ഉയരം കുറഞ്ഞ നിരയായിട്ടുള്ള ഷിവാലിക്. അതിന്റെ തെക്കായിട്ട് സൗത്തിലായിട്ടാണ് ഈ ഒരു വാസ്റ്റ് ഡിപ്രഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു വാസ്റ്റ് ഡിപ്രഷനിലേക്ക് സെഡിമെന്റ്സ് നിറഞ്ഞുണ്ടായ, അലൂവിയൽ ഡിപ്പോസിറ്റ് നിറഞ്ഞുണ്ടായ പ്ലെയിൻ ആണ് ഇൻഡോ ഗാങ്ജറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ അഥവാ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലേക്ക് ഹിമാലയത്തിൽ നിന്നുള്ള റിവേഴ്സും വന്ന് സെഡിമെന്റ്സ് ഡിപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനപ്പുറം ഈ ഒരു പ്ലെയിൻ അപ്പുറത്തുള്ള പെനിസുലാർ പ്ലേറ്റോയിൽ നിന്നുള്ള റിവേഴ്സ് വന്ന് സെഡിമെന്റ്സ് ഡിപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്ലെയിനിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് നേരെ അതിന്റെ തെക്കായിട്ട് സൗത്തിലേക്ക് പെനിസുലാർ പ്ലേറ്റോ അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമിയാണ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. ഒബ്സർവ് ദി മാപ്പ് ആൻഡ് ലിസ്റ്റ് ഔട്ട് ദ റിവേഴ്സ് ദാറ്റ് ഫ്ലോ ത്രൂ ദി ഇൻഡോ ഗാങ്ജറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ. അതായത് ഈ മാപ്പ് ഒബ്സർവ് ചെയ്തതിന് ശേഷം ഇൻഡോ ഗാങ്ജറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിനിലൂടെ ഫ്ലോ ചെയ്യുന്ന റിവേഴ്സിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കിവിടെ പ്രധാനമായിട്ട് 3 റിവർ എന്തായാലും വരുന്നുണ്ട്. ഇൻഡസ് റിവർ ഉണ്ട്, അതുപോലെ തന്നെ ഗംഗ റിവർ ഉണ്ട്, ബ്രഹ്മപുത്ര റിവർ ഉണ്ട്. ഈ 3 റിവറും കൂടി ചേർന്നാണ് ഈ ഒരു പ്ലെയിൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിൽ കറക്റ്റ് ഇന്ത്യയിൽ ഈ ഒരു പ്ലെയിനിൽ കൂടെ ഒഴുകുന്ന റിവേഴ്സ് കറക്റ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡസിന്റെ കുറച്ച് ട്രിബ്യൂട്ടറീസ് വരുന്നുണ്ട്. ഇൻഡസിന്റെ ട്രിബ്യൂട്ടറീസ് ആയിട്ടുള്ള സത്ലജ് റിവർ ഉണ്ട്, അതുപോലെ ബിയാസ് റിവർ ഒഴുകുന്നുണ്ട്, അതുപോലെ തന്നെ ഗംഗ റിവർ ഒഴുകുന്നുണ്ട്. ഗംഗയുടെ ട്രിബ്യൂട്ടറീസ് ആയിട്ടുള്ള യമുനയുണ്ട്, അതുപോലെ തന്നെ ഗാഗ്ര റിവർ വരുന്നുണ്ട്, ഗാണ്ടകുണ്ട്, കോസി റിവർ ഉണ്ട്. പിന്നെ ഗംഗയുടെ തന്നെ പെനിസുലാർ ഭാഗത്ത് നിന്ന്, പെനിസുലാർ ഇന്ത്യയിൽ നിന്ന് ഒഴുകി ഗംഗയിലേക്ക് ചേരുന്നതാണ് ചമ്പൽ റിവർ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് സോൺ റിവർ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബെത്വ എന്ന് പറഞ്ഞ് ഒരു റിവർ ഒഴുകിച്ചേരുന്നുണ്ട്. പിന്നെ ബ്രഹ്മപുത്ര റിവർ വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ചേർന്നാണ് ഈ ഒരു പ്ലെയിൻ രൂപീകരിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട റിവേഴ്സ്. അപ്പൊ നമ്മൾ റിവേഴ്സിനെ, ഈ ഒരു നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലെ റിവേഴ്സിനെ രണ്ടായിട്ടാണ് പ്രധാനമായിട്ടും തരംതിരിക്കുന്നത്. ഹിമാലയൻ റിവേഴ്സ് എന്നും അതുപോലെ തന്നെ പെനിസുലാർ റിവേഴ്സ് എന്നും രണ്ടായിട്ട് നമ്മൾ ഈ ഒരു നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലേക്ക് ഒഴുകിയെത്തുന്ന റിവേഴ്സിനെ രണ്ടായിട്ട് തരംതിരിക്കും. ഹിമാലയൻ നദികളെന്നും അതുപോലെ തന്നെ ഉപദ്വീപീയ നദികളെന്നും. അങ്ങനെ 2 ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. അതെന്താണെന്ന് നോക്കാം. റിവേഴ്സ് ഒറിജിനേറ്റിംഗ് ഫ്രം ദ ഹിമാലയാസ് ആർ നോൺ ആസ് ഹിമാലയൻ റിവേഴ്സ്. അതായത് ഹിമാലയത്തിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന റിവേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഹിമാലയൻ റിവേഴ്സ്. ഹിമാലയത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന നദികളാണ്, ഹിമാലയത്തിൽ ഉത്ഭവിച്ച് ഈ ഒരു പ്ലെയിനിലേക്ക് ഒഴുകിയെത്തുന്ന നദികളാണ് ഹിമാലയൻ നദികൾ. അതേസമയം വൈൽ ദോസ് ഒറിജിനേറ്റിംഗ് ഫ്രം ദ പെനിസുലാർ പ്ലേറ്റോസ് ആർ റെഫേർഡ് ടു as പെനിസുലാർ റിവേഴ്സ്. അതേസമയം പെനിസുലാർ പ്ലേറ്റോയിൽ നിന്ന് ഉത്ഭവിച്ച് ഒഴുകിയെത്തുന്ന നദികളെ വിളിക്കുന്ന പേരാണ് പെനിസുലാർ റിവേഴ്സ് അല്ലെങ്കിൽ ഉപദ്വീപീയ നദികളെന്നും. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഒഴുകിയെത്തുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, മുകളിൽ നിന്ന് താഴേക്ക് വരുന്നത്, ഹിമാലയത്തിൽ നിന്ന് താഴേക്ക് ഈ ഒരു പ്ലെയിനിലേക്ക് ഒഴുകി വരുന്നതെല്ലാം ഹിമാലയൻ നദികളും, താഴെ ഈ ഒരു പെനിസുലാർ പ്ലേറ്റോയിൽ നിന്ന് ഒഴുകി മുകളിലേക്ക് നോർത്തിലേക്ക് പോകുന്നതെല്ലാം പെനിസുലാർ റിവേഴ്സുമായിരിക്കും. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. കാറ്റഗറൈസ് ദ റിവേഴ്സ് ഫ്ലോയിങ് ത്രൂ ദി ഇൻഡോ ഗാങ്ജറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ ബേസ്ഡ് ഓൺ ദെയർ പ്ലേസ് ഓഫ് ഒറിജിൻ ആസ് ഹിമാലയൻ റിവേഴ്സ് ഓർ പെനിസുലാർ റിവേഴ്സ്. അതായത് അതിന്റെ പ്ലേസ് ഓഫ് ഒറിജിന്റെ ബേസിസിൽ, അതിന്റെ ഉത്ഭവസ്ഥാനത്തിന്റെ, പ്ലേസ് ഓഫ് ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഉത്ഭവസ്ഥാനത്തിന്റെ ബേസിസിൽ ഇൻഡോ ഗാങ്ജറ്റിക് പ്ലെയിനിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന, ഒഴുകുന്ന റിവേഴ്സിനെ
ഹിമാലയൻ റിവേഴ്സ് എന്നും പെനിൻസുലാർ റിവേഴ്സ് എന്നും കാറ്റഗറൈസ് ചെയ്യാൻ, തരംതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഹിമാലയൻ റിവേഴ്സ് നമുക്ക് ഏതൊക്കെ എഴുതാനായിട്ട് സാധിക്കും? ഹിമാലയൻ റിവേഴ്സിന് അകത്ത് വരുന്നതാണ്, ഹിമാലയൻ റിവേഴ്സിനകത്ത് വരുന്നതാണ് ഒന്ന് ഗംഗ റിവർ വരുന്നുണ്ട്, അതുപോലെ തന്നെ യമുനയുണ്ട്, അതുപോലെ ഘാഗ്ര റിവർ ഉണ്ട്, ഗാണ്ടക് ഉണ്ട്, കോസി ഉണ്ട്, അതുപോലെ തന്നെ ബ്രഹ്മപുത്ര റിവർ ഉണ്ട്, പിന്നെ ഇൻഡസിന്റെ ട്രിബ്യൂട്ടറീസ് ആയിട്ടുള്ള ബിയാസ് ഉണ്ട്, സത്ലജ് ഉണ്ട്. ഇതെല്ലാം തന്നെ ഹിമാലയൻ റിവേഴ്സ് ആണ്. അതേസമയം പെനിൻസുലാർ റിവേഴ്സിൽ വരുന്നത് താഴെ നിന്ന്, പെനിൻസുലാർ ഏരിയയിൽ നിന്നും ഒഴുകിയെത്തുന്ന റിവേഴ്സ് ആണ്. അതിൽ ചമ്പൽ റിവർ ഉണ്ട്, അതുപോലെ ബെത്വ റിവർ ഉണ്ട്, അതുപോലെ സോൺ റിവർ ഉണ്ട്. അപ്പൊ ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികൾ അല്ലെങ്കിൽ പെനിൻസുലാർ റിവേഴ്സ്. ചമ്പല്, ബെത്വ, സോൺ ഒക്കെ പെനിൻസുലാർ റിവേഴ്സ് അല്ലെങ്കിൽ ഉപദ്വീപീയ നദികളാണ്. അതേസമയം ഗംഗ, യമുന, സത്ലജ്, ബിയാസ്, ഗാണ്ടക്, കോസി, ഘാഗ്ര, ബ്രഹ്മപുത്ര ഇതെല്ലാം ഹിമാലയൻ റിവേഴ്സ് ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ദ ഇൻഡോ ഗാംജറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ എക്സ്റ്റെൻഡിങ് അപ്രോക്സിമേറ്റ്ലി ഓവർ 3,200 kilometers from the mouth of river Indus to the mouth of river Ganga is one of the largest alluvial plain in the world. ഈ ഇൻഡോ ഗാംജറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അലൂവിയൽ പ്ലെയിൻ ആണ്, അല്ലെങ്കിൽ എക്കൽ പ്രദേശമാണ്. അപ്പോൾ ദ പ്ലെയിൻ ഈസ് ലാർജസ്റ്റ് അലൂവിയൽ പ്ലെയിൻ ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അലൂവിയൽ പ്ലെയിൻ ആണ് ഇൻഡോ ഗാംജറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ എന്ന് പറയുന്നത്. കാരണം ഒരേ സമയം തന്നെ 3 റിവേഴ്സ് ചേർന്ന് നിർമ്മിച്ച ഒരു വളരെ വലിയൊരു പ്ലെയിൻ ആണ് ഈ ഒരു സമതലം. ഇനി ഇതിന്റെ നീളം എത്രയാണെന്ന് നോക്കാം. ദ പ്ലെയിൻ എക്സ്റ്റെൻഡിങ് അപ്രോക്സിമേറ്റ്ലി ഓവർ 3,200 kilometers, അതായത് 3,200 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്ലെയിൻ ആണ്. അപ്പൊ ഇത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് 3,200 കിലോമീറ്റർ ആണ്. ഫ്രം ദി മൗത്ത് ഓഫ് റിവർ ഇൻഡസ് ടു ദി മൗത്ത് ഓഫ് റിവർ ഗംഗ, അതായത് ഇൻഡസ് റിവറിന്റെ മൗത്ത് മുതൽ ഗംഗ റിവറിന്റെ മൗത്ത് വരെയാണ് ഇത് 3,200 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്നത്. റിവറിന്റെ മൗത്ത് എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. ഒരു റിവർ കടലിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ വാട്ടർ ബോഡിയിലേക്ക് ചെന്ന് ചേരുന്ന ആ ഒരു പോയിന്റിനെ, ആ ഒരു പ്ലേസിനെ വിളിക്കുന്ന പേരാണ് നദീമുഖം അല്ലെങ്കിൽ മൗത്ത് എന്നുള്ളത്. അപ്പൊ ഇൻഡസ് നദീമുഖം മുതൽ, ഇൻഡസ് മൗത്ത് മുതൽ ഗംഗയുടെ നദീമുഖം വരെ, ഗംഗയുടെ മൗത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ പ്ലെയിൻ ആണ് ഈ ഇൻഡോ ഗാംജറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം വെസ്റ്റിലായിട്ട് വരുന്ന റിവർ എന്ന് പറയുന്നത് ഇൻഡസ് റിവർ ആണ്. അത് അറബിക്കടലിലേക്ക് വന്ന് ചേരുന്ന ആ ഒരു പോയിന്റ് ആണ് അതിന്റെ മൗത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈസ്റ്റിൽ കൂടി ഒഴുകുന്ന റിവറാണ്, ഈസ്റ്റിലേക്ക് പോകുന്ന റിവറാണ് ഗംഗ റിവർ. അത് ബംഗ്ലാദേശിലൂടെ ബേ ഓഫ് ബംഗാളിലേക്ക് ചെന്ന് ചേരുന്നു. അപ്പൊ ആ ഒരു പോയിന്റ് ആണ് അതിന്റെ മൗത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് റിവേഴ്സിന്റെ മൗത്തിനിടയ്ക്കായിട്ട് ഏകദേശം 3,200 കിലോമീറ്ററിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന, അത്രയും കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഒരു വളരെ വലിയ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു പ്ലെയിൻ ആണ് ഇൻഡോ ഗാംജറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 3,200 കിലോമീറ്റർ ആണ്. 3,200 ആണ് ഇതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഇന്ത്യയിൽ ഇത് വെറും 2,400 കിലോമീറ്റർ മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് സ്പ്രെഡ്സ് ഓവർ അറൌണ്ട് 2,400 കിലോമീറ്റർ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഇത് വെറും 2,400 കിലോമീറ്റർ മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയുള്ള ഭാഗം പാകിസ്ഥാനിലും അതുപോലെ തന്നെ ബംഗ്ലാദേശിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പടിഞ്ഞാറ് വരുന്ന ഭാഗം പാകിസ്ഥാനിലായിരിക്കും, അതുപോലെ ഇതിന്റെ നടുക്ക് വരുന്ന ഭാഗം ഇന്ത്യയിലായിരിക്കും, ഇതിന്റെ കിഴക്ക് വരുന്ന ഭാഗം ബംഗ്ലാദേശിലായിരിക്കും. അപ്പൊ ഈ നടുക്ക് വരുന്ന ഭാഗത്തിനെ നമ്മൾ വരച്ചു നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇവിടം മുതൽ ഇവിടം വരെ വരുന്ന ഇത്രയും ഒരു ഭാഗം ഏകദേശം 2,400 കിലോമീറ്റർ നീളത്തിലാണ്. ആ നടുക്ക് വരുന്ന ഭാഗമാണ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് സ്പ്രെഡ്സ് ഓവർ അറൌണ്ട് 2,400 കിലോമീറ്റർ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഇത് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്, വ്യാപിച്ചു കിടക്കുന്നത് ഏകദേശം 2,400 കിലോമീറ്റർ നീളത്തിലാണ്. ഇനി ഇതിന്റെ വിഡ്ത്തിനെ കുറിച്ചാണ് പറയുന്നത്. ദ പ്ലെയിൻ വൈഡൻസ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്, അതായത് കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക്, ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കാണ് ഈ ഒരു പ്ലെയിൻ വൈഡൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ വീതി കൂടി വരുന്നത്. അപ്പോൾ കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടാണ് ഈ സമതലം വിശാലമായിരിക്കുന്നത്.
അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കിഴക്ക് ഇതിന് വീതി കുറവാണ്, പക്ഷെ പടിഞ്ഞാറേക്ക് വരുമ്പോൾ ഇതിന്റെ വീതി എന്ത് ചെയ്തിരിക്കുന്നു? ആ വീതി കൂടി 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 വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതിന്റെ വിഡ്ത് ഏകദേശം 150 കിലോമീറ്റർ മുതൽ അതുപോലെ 300 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ വിഡ്ത് വേരി ചെയ്തിരിക്കുന്നത്. The width varying between 150 kilometer and 300 kilometer. But the plain widens from east to west with the width varying between 150 kilometer to 300 kilometer. ഏകദേശം 150 കിലോമീറ്റർ മുതൽ 300 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ വീതിയിൽ നമുക്ക് ആ ഒരു വേരിയേഷൻ കാണാൻ സാധിക്കുന്നത്. ചിലയിടത്ത് വീതി കുറവായിരിക്കും, അവിടെ 150 കിലോമീറ്റർ ആയിരിക്കും. പക്ഷെ പടിഞ്ഞാറേക്ക് പോകും തോറും വീതി കൂടുന്നു. അത് ഏകദേശം മാക്സിമം 300 കിലോമീറ്റർ വരെ വീതി വരുന്നുണ്ട്. ഇനി ഇതിന്റെ ബോർഡേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദിസ് പ്ലെയിൻ ഈസ് ബോർഡേർഡ് ബൈ ദ ഷിവാലിക് റേഞ്ചസ് ഇൻ ദ നോർത്ത് ആൻഡ് ദ ഇറഗുലർ എഡ്ജസ് ഓഫ് ദി പെനിൻസുലാർ പ്ലേറ്റോ ഇൻ ദ സൗത്ത്. ഈ പ്ലെയിൻ ബോർഡർ ചെയ്തിരിക്കുന്നത്, ഇതിനെ അതിർത്തി പങ്കിട്ടിരിക്കുന്നത് വടക്ക് ഷിവാലിക് റേഞ്ചസ് ആണ്. അപ്പൊ നോർത്തിലായിട്ട് വരുന്നത് ഷിവാലിക് റേഞ്ചസ് ആണ്. നമ്മളിവിടെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഏറ്റവും വടക്ക് ആയിട്ട് വരുന്നത് ഷിവാലിക് റേഞ്ച് ആണ്. അപ്പൊ നോർത്തിൽ ഇതിനെ ബോർഡർ ചെയ്തിരിക്കുന്നത് ഷിവാലിക് റേഞ്ച് ആണ്. അതേസമയം ദ ഇറഗുലർ എഡ്ജസ് ഓഫ് ദി പെനിൻസുലാർ പ്ലേറ്റോ ഇൻ ദി സൗത്തിലായിട്ട് വരുന്നത്, സൗത്തില് പെനിൻസുലാർ പ്ലേറ്റോയുടെ അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഇറഗുലർ എഡ്ജസ് ആണ് ഇതിനെ ബോർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോ സൗത്തില് പെനിൻസുലാർ പ്ലേറ്റോയുടെ ഇറഗുലർ എഡ്ജസ്, അതായത് ക്രമരഹിതമായിട്ടുള്ള അരികുകൾ. ഇറഗുലർ എഡ്ജ് എന്ന് പറഞ്ഞാൽ ക്രമരഹിതമായ അരികുകൾ. ഉപദ്വീപീയ പീഠഭൂമിയുടെ ക്രമരഹിതമായ അരികുകളാണ് ഇതിനെ തെക്ക് ഭാഗത്ത് ബോർഡർ ചെയ്തിരിക്കുന്നത്. അതേസമയം വടക്കു ഭാഗത്ത് ഷിവാലിക് പർവ്വതനിരകളാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇനി ഇതിന്റെ ഏരിയയും കൂടി നോക്കാനുണ്ട്. ദ പ്ലെയിൻ കവേഴ്സ് ആൻ ഏരിയ ഓഫ് അപ്രോക്സിമേറ്റ്ലി 7 lakh സ്ക്വയർ കിലോമീറ്റർ. അതായത് ഏകദേശം 7 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ആണ് ഇതിന്റെ ടോട്ടൽ ഏരിയ, ഈ പ്ലെയിൻ കവർ ചെയ്യുന്ന ഏരിയ, വിസ്തീർണം എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്ലെയിന്റെ വിസ്തീർണം 7 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ആണ്. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ലിസ്റ്റ് ദ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ബൗണ്ടറീസ് ഓഫ് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഫിസിയോഗ്രഫിക് മാപ്പ് ഓഫ് ഇന്ത്യ. അതായത് ഒരു ഫിസിയോഗ്രഫിക് മാപ്പിന്റെ സഹായത്താൽ, ഒരു ഭൗതിക ഭൂപടത്തിന്റെ സഹായത്താൽ നോർത്ത് ഇന്ത്യൻ പ്ലെയിന്റെ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ബൗണ്ടറീസ്, കിഴക്കൻ അതിരും പടിഞ്ഞാറൻ അതിരും കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇതിന്റെ നോർത്തേൺ ബൗണ്ടറി എന്താണെന്ന് നമുക്കറിയാം അല്ലെ. നോർത്തേൺ ബൗണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിവാലിക് റേഞ്ച് ആണ് ഇതിന്റെ നോർത്തേൺ ബൗണ്ടറി ആയിട്ട് വരുന്നത്. അതുപോലെ ഇതിന്റെ സദേൺ ബൗണ്ടറി ആയിട്ട് വരുന്നത് പെനിൻസുലാർ പ്ലേറ്റോയുടെ ഇറഗുലർ എഡ്ജസ് ആണ്. ഇറഗുലർ എഡ്ജസ് ഓഫ് പെനിൻസുലാർ പ്ലേറ്റോ ആണ് ഇതിന്റെ സദേൺ ബൗണ്ടറി ആയിട്ട് വരുന്നത്. അതായത് കയറി ഇറങ്ങി നിൽക്കും ഇങ്ങനെ പ്ലേറ്റോ. ഇനി ഇതിന്റെ വെസ്റ്റേൺ ബൗണ്ടറിയും ഈസ്റ്റേൺ ബൗണ്ടറിയുമാണ് നമുക്ക് കണ്ടെത്താനായിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു വെസ്റ്റേൺ ബൗണ്ടറിയിലേക്ക്, പടിഞ്ഞാറൻ ബൗണ്ടറി എന്ന് പറഞ്ഞ ഇതായിട്ട് വരും. പടിഞ്ഞാറൻ ബൗണ്ടറി എന്ന് പറയുന്നത് ഥാർ ഡെസേർട്ട് ആണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഡെസേർട്ട് ആണ് ഇതിന്റെ പടിഞ്ഞാറൻ ബൗണ്ടറി, വെസ്റ്റേൺ ബൗണ്ടറി. ഇനി ഇതിന്റെ കിഴക്കൻ ഈസ്റ്റേൺ ബൗണ്ടറി ഏതാണെന്ന് നോക്കിയാൽ, ഈസ്റ്റേൺ ബൗണ്ടറി എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗമായിട്ട് വരും. ഇവിടെ വരുന്ന അതിരെന്ന് പറയുന്നത് പൂർവാചൽ ഹിൽസ് ആണ്. നമ്മൾ നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയിൽ വരുന്ന ഹില്ലുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പൂർവാചൽ ഹിൽസ് ആണ് ഇതിന്റെ ഈസ്റ്റേൺ ബൗണ്ടറി. അപ്പൊ ഇതിന്റെ വെസ്റ്റേൺ ബൗണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഥാർ ഡെസേർട്ടും അല്ലെങ്കിൽ ഇന്ത്യൻ ഡെസേർട്ടും, ഈസ്റ്റേൺ ബൗണ്ടറി എന്ന് പറയുന്നത് പൂർവാചൽ ഹിൽസുമാണ്. ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പ്രദേശം അഗ്രികൾച്ചറിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള, ഏറ്റവും യോജിച്ച ഒരു പ്രദേശമാണ്. അപ്പൊ അതിന്റെ കാരണം എന്ന് പറയുന്നത് ഫീച്ചേഴ്സ് സച്ച് as ഫെർട്ടൈൽ സോയിൽ, അഡിക്വേറ്റ് വാട്ടർ സപ്ലൈ, ഫേവറബിൾ ക്ലൈമറ്റ് ആൻഡ് ഫ്ലാറ്റ് ടോപ്പോഗ്രഫി മേക്ക് ദിസ് റീജിയൻ സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ. അതായത് ഇവിടുത്തെ ചില പ്രത്യേകതകളാണ്. എന്തൊക്കെയാണ് ആ പ്രത്യേകതകൾ? ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിലാണ്, നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന മണ്ണായതുകൊണ്ട് തന്നെ എക്കൽ മണ്ണ്, അത് വളരെ ഫെർട്ടൈൽ ആണ്. അത് വളരെ ഫലഭൂയിഷ്ഠത കൂടിയ വളക്കൂറുള്ള മണ്ണാണ്. അതുപോലെ തന്നെ അഡിക്വേറ്റ് വാട്ടർ സപ്ലൈ, മതിയായ ജലലഭ്യത, വാട്ടർ സപ്ലൈ ഇവിടെ കിട്ടുന്നുണ്ട്.
നദികളുള്ളത് കൊണ്ട് തന്നെ കൃഷിക്ക് ആവശ്യമായ വെള്ളം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫേവറബിൾ ക്ലൈമറ്റ്, അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥ ഇവിടെ കാണപ്പെടുന്നു. ആൻഡ് ഫ്ലാറ്റ് ടോപ്പോഗ്രഫി, പരന്ന നിരപ്പായിട്ടുള്ള ഭൂപ്രകൃതിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൃഷി ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ ഈ ഫീച്ചേഴ്സ് കാരണം, ഈ പ്രത്യേകതകൾ എന്താക്കി മാറ്റി? മേക്ക് ദിസ് റീജിയൻ സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ. ഈ ഒരു പ്രദേശത്തിനെ കൃഷിക്ക് സ്യൂട്ടബിൾ ആയിട്ട്, കൃഷിക്ക് അനുയോജ്യമായിട്ട് മാറ്റി. അപ്പം ഈ പ്രദേശം കൃഷിക്ക് അനുയോജ്യമാവാൻ കാരണം ഇവിടുത്തെ ഫെർട്ടൈൽ സോയിലും അഡിക്വേറ്റ് വാട്ടർ സപ്ലൈയും അതുപോലെ ഫേവറബിൾ ക്ലൈമറ്റും ഫ്ലാറ്റ് ടോപ്പോഗ്രഫിയുമാണ്. Geographically, this plain can be considered as a single physiographic unit. ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ, ജോഗ്രഫിക്കലി നോക്കുകയാണെങ്കിൽ, ഈ ഒരു പ്ലെയിനെ നമുക്കൊരു സിംഗിൾ ഫിസിയോഗ്രഫിക് യൂണിറ്റ് ആയിട്ട്, ഒരൊറ്റ ഭൂപ്രകൃതി വിഭാഗമായിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ എന്നാൽ പോലും however, based on the river system, direction of flow of rivers and topographical features, the plain can be divided into 4 regional divisions. ഇതൊരൊറ്റ ഫിസിയോഗ്രഫിക് യൂണിറ്റ് ആണെങ്കിൽ പോലും ഇവിടുത്തെ റിവർ സിസ്റ്റം, അതായത് നദീവ്യവസ്ഥ, അതുപോലെ തന്നെ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് റിവേഴ്സ്, നദികളുടെ ഒഴുക്കിന്റെ ദിശ, അതിന്റെ ഡയറക്ഷൻ, റിവർ ഫ്ലോയുടെ ഡയറക്ഷൻ, അതുപോലെ തന്നെ ടോപ്പോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, ഭൂപ്രകൃതി സവിശേഷതകൾ, ഈ 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ സിംഗിൾ ആയിട്ടുള്ള ഈ ഒരു ഫിസിയോഗ്രഫിക് പ്ലെയിനെ എത്രയായി ഡിവൈഡ് ചെയ്യാൻ പറ്റും? ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 4 റീജിയണൽ ഡിവിഷൻസ്. 4 പ്രാദേശിക വിഭാഗങ്ങളായിട്ട് നമുക്കിതിനെ തരംതിരിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഇതാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്നുള്ള ഒരൊറ്റ ഫിസിയോഗ്രഫിക് യൂണിറ്റ് എന്ന് കരുതിയാൽ, ഈ ഒരു പ്രദേശത്തെ റിവർ സിസ്റ്റത്തിന്റെയും ഡയറക്ഷൻ ഓഫ് ഫ്ലോയുടെയും, അതായത് റിവേഴ്സിന്റെ ഡയറക്ഷൻ ഓഫ് ഫ്ലോയുടെയും അതുപോലെ തന്നെ ടോപ്പോഗ്രഫിക്കൽ ഫീച്ചേഴ്സിന്റെയും ഈ 3 പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഇതിനെ നമുക്ക് എത്രയായി തരംതിരിക്കാം? 4 ആയിട്ട് തരംതിരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 4 റീജിയണൽ ഡിവിഷൻസ് ആണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിന് ഉള്ളത്. നമ്മൾ ഹിമാലയത്തിന്റെ റീജിയണൽ ഡിവിഷൻ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിന്റെ റീജിയണൽ ഡിവിഷൻ, പ്രാദേശിക വിഭാഗങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിന്റെ റീജിയണൽ ഡിവിഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒബ്സർവ് ദി മാപ്പ് പ്രൊവൈഡഡ് ആൻഡ് ലിസ്റ്റ് ദി 4 റീജിയണൽ ഡിവിഷൻസ് ഓഫ് ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. അതായത് തന്നിരിക്കുന്ന ഭൂപടം ഒബ്സർവ് ചെയ്ത് നിരീക്ഷിച്ചിട്ട് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിന്റെ 4 റീജിയണൽ ഡിവിഷൻസ് ഏതൊക്കെയാണെന്ന്, 4 പ്രാദേശിക വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു മാപ്പിൽ കൃത്യമായിട്ട് തന്നെ 4 കളേഴ്സിൽ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിന്റെ റീജിയണൽ ഡിവിഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ ആദ്യം വരുന്ന 1ാമത്തെ റീജിയണൽ ഡിവിഷൻ ആണ്, ഏറ്റവും വെസ്റ്റിലായിട്ട് വരുന്ന റീജിയണൽ ഡിവിഷൻ ആണ് ഈ ഒരു ബ്രൗൺ കളറിൽ കൊടുത്തിട്ടുള്ള രാജസ്ഥാൻ പ്ലെയിൻ അല്ലെങ്കിൽ രാജസ്ഥാൻ സമതലം. ഇനി 2ാമത്തെ റീജിയണൽ ഡിവിഷൻ ആണ് രാജസ്ഥാൻ പ്ലെയിന് മുകളിലായിട്ട് വരുന്ന പഞ്ചാബ് ഹരിയാന പ്ലെയിൻ അല്ലെങ്കിൽ പഞ്ചാബ് ഹരിയാന സമതലം. 3ാമത്തെ റീജിയണൽ ഡിവിഷൻ വളരെ വലിയൊരു റീജിയണൽ ഡിവിഷൻ ആണ്. ഇത് യെല്ലോ കളറിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ യെല്ലോ കളറിൽ കാണുന്ന വളരെ വലിയ റീജിയണൽ ഡിവിഷൻ ആണ്, പ്രാദേശിക വിഭാഗമാണ് ഗംഗാ പ്ലെയിൻ എന്ന് പറയുന്നത്. ഇനി 4ാമത്തെ റീജിയണൽ ഡിവിഷൻ ആണ് ബ്രഹ്മപുത്ര പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 റീജിയണൽ ഡിവിഷൻ ആണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിന് ഉള്ളത്. ഇപ്പൊ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിന്റെ റീജിയണൽ ഡിവിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ 4 എണ്ണമാണ്. രാജസ്ഥാൻ പ്ലെയിൻ, പഞ്ചാബ് ഹരിയാന പ്ലെയിൻ, ഗംഗാ പ്ലെയിൻ, ബ്രഹ്മപുത്ര പ്ലെയിൻ. ഇത് 4ഉമാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിന്റെ റീജിയണൽ ഡിവിഷൻ. അപ്പൊ ഈ ഒരു വീഡിയോയോട് കൂടി ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.